Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റ്. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 18ാം ലോക്സഭയിലേക്ക് കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അതെ, അതായത് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തത്. പക്ഷേ രേണുക, നമുക്ക് സാങ്കേതികമായി വോട്ടെടുപ്പ് പൂർത്തിയാകേണ്ട സമയമായെങ്കിലും നമ്മൾ തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പല മണ്ഡലങ്ങളിലെയും പല പോളിംഗ് ബൂത്തുകളിലും വളരെ നീണ്ട നിര തന്നെയാണ്. 6 മണിക്ക് ഉള്ളിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയവർക്ക് സ്ലിപ്പടക്കം നൽകി. ഇപ്പോഴും പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കുറിപ്പ് വന്നിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് വോട്ടിംഗ് സമാധാനപൂർണ്ണമായിരുന്നു. സുരക്ഷിതമായി സ്ട്രോങ് റൂമുകളിൽ ഇത് സൂക്ഷിക്കും. വളരെ സുരക്ഷിതമായി സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൂർത്തിയായതായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിക്കുന്നത്. രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6-ന് അവസാനിച്ചു. 6 മണിക്കൂറിന് ശേഷവും ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കി എന്നും സഞ്ജയ് കൗൾ അറിയിച്ചു. അത് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിലവിലെ കണക്കനുസരിച്ച് ഒരുപാട് താഴെയാണ്. പക്ഷേ സ്വാഭാവികമായും ഇനി അന്തിമ കണക്കുകൾ വരുമ്പോൾ ഒരു 2-3% ഒക്കെ വ്യത്യാസം. അപ്പോഴും കഴിഞ്ഞ തവണത്തെ കണക്കിന് മുകളിലേക്ക് എത്തുന്നില്ല. കഴിഞ്ഞ തവണ ഏകദേശം 5-6 മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് വടക്കൻ മണ്ഡലങ്ങളെല്ലാം തന്നെ, ചാലക്കുടി, വടക്കൻ മണ്ഡലങ്ങൾ പ്ലസ് ചാലക്കുടി, ആലപ്പുഴ, ഈ എല്ലാ മണ്ഡലങ്ങളും 80% പോയതാണ്. അവിടേക്ക് എത്തുന്നില്ല. ഏറ്റവും ഒടുവിലെ വിവരം അനുസരിച്ച് സംസ്ഥാനത്ത് 70.03% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് 66, ആറ്റിങ്ങൽ 69, കൊല്ലം 67, പത്തനംതിട്ട 63, മാവേലിക്കര 65, അങ്ങനെ പോകുന്നു. ആലപ്പുഴ 74% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് ആലപ്പുഴയിലും കാസർഗോഡുമാണ്. കാസർഗോഡ് 73%. പക്ഷേ രേണുക, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരും കാസർഗോഡും വയനാടും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 80% മുകളിൽ ഒക്കെ പോയിരുന്നു. 82% വരെയൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ തവണ. ഇതിലേക്ക് എത്തുമോ എന്ന് നമുക്ക് തരംഗം സംസ്ഥാനത്തില്ല. അല്ല, അങ്ങനെ ഒരു തരംഗം പൂർണ്ണമായി ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ്, റിസൾട്ട് അടക്കം അസാധാരണമായിരുന്നു. കേരളത്തിൽ UDF പോലും 2009-ലെയും 2019-ലെയും റിസൾട്ടുകളിലാണ് രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷകളെല്ലാം അട്ടിമറിക്കപ്പെട്ടത്. ഈ ഒരു വലിയ വിജയം ഉണ്ടാകുമെന്ന് UDF പോലും കണ്ടില്ല. 19-1 എന്നുള്ള വിജയം. 2004 ആവർത്തിക്കുമെന്ന് ഇടതുപക്ഷവും 2020 അടിക്കുമെന്ന് UDF-ഉം പറയുന്നിടത്ത് ഈ 70% എന്ന ഏറ്റവും ഒടുവിലത്തെ കണക്ക് നൽകുന്ന സൂചന എന്താണ്? ഇപ്പോഴത്തെ നേരത്തെയൊക്കെ നമുക്കൊരു 20 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾ വെച്ചിട്ട് സ്വാഭാവികമായും അവിടുത്തെ വോട്ടിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ എന്തായാലും കഴിഞ്ഞ ഒരു 4 തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് നമുക്ക് ആ തരത്തിലേക്ക് അല്ല, അവിടുത്തെ സംശയം, അതായത് വോട്ട് ശതമാനം കൂടിയാൽ പൊതുവെ UDF-ന് എന്നല്ലേ? കാരണം ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ സംഘടനാ സംവിധാനം, അതാണ് കിരണിനെ പോലെ ഒരാൾ അങ്ങനെയാണെങ്കിൽ കിരൺ 2020 അടിക്കാനുള്ള അനുകൂല സാഹചര്യം UDF-നെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം ഈ 70.03 എന്ന ശതമാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? ഭരണവിരുദ്ധ വികാരം അവരുടെ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു. അത്തരം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണോ ഇത് സൂചിപ്പിക്കുന്നത്? അങ്ങനെ പറയാൻ കഴിയില്ല. എനിക്ക് അതിനകത്ത് ഒരു വിയോജിപ്പുള്ളത്, ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും LDF-ലോട്ടോ UDF-ലോട്ടോ പോകാം. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഇതുവരെയും അത് UDF-ന് മാത്രമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. BJP അതിശക്തമായി തന്നെ പല മണ്ഡലങ്ങളിലും രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ അത് ചിലപ്പോൾ UDF-ലേക്കും LDF-നെതിരെ ഇപ്പോൾ വികാരം ഉണ്ടെന്ന് വെച്ചു, അത് UDF-ലേക്കും BJP-ലേക്കാണോ പോകുന്നതെങ്കിൽ ചിലപ്പോൾ LDF-ന് കാര്യമായ നഷ്ടം ഉണ്ടാവണമെന്നില്ല. മറിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരം വരുമ്പോഴും അത് കഴിഞ്ഞ തവണ പൂർണ്ണമായും അത് രേണുക, CV അനുമോദുണ്ട്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒരു പക്ഷേ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഡേറ്റകൾ എന്നത് ഒരു പൊതുപ്രതലത്തിൽ നിന്നുകൊണ്ടുള്ളതാണ്.
നാളെയോ മറ്റന്നാളോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ഒരു കണക്കുകൂട്ടലും ലിസ്റ്റും ഉണ്ടാകും. അതായത് അവരുടെ പോക്കറ്റുകളിൽ നിന്നുള്ള വോട്ടർമാരെ എത്രത്തോളം പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിച്ചു എന്ന്. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു വോട്ടെടുപ്പിന് മുമ്പ് തന്നെ അവർക്ക് അറിയാൻ സാധിക്കുള്ളൂ ആർക്കാണ്. അതിനാവശ്യത്തിൽ കൂടുതൽ സമയം എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുണ്ട്. ഒരു മാസത്തിലധികം എടുത്ത് നമുക്ക് അവലോകനം ചെയ്യാം. ഇപ്പോൾ കിരൺ, ഇപ്പോൾ CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. ഇവിടെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് പൊന്നാനിയിൽ 67.22% മലപ്പുറത്ത് 71.10% ആണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ശതമാനം. അനുമോദ്, എന്താണ് മലപ്പുറത്തും പൊന്നാനിയിലും സംഭവിച്ചത്? നമുക്കറിയാം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഈ അവസാന ദിവസങ്ങളിൽ വലുതായി മൂർച്ഛിച്ച ഒരു അവസരം കൂടി ഈ രണ്ട് മണ്ഡലങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ്. ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എന്തിന്റെ സൂചനയാണ്? എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ആദ്യമായിട്ട് നമുക്ക് ഈ പോളിംഗ് ശതമാനത്തിന്റെ ഒരു കണക്കിൽ ഇനിയും നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ശതമാനം കുറയുമെന്ന് ഉറപ്പാണ്. എന്താണെങ്കിലും ഒരു 616 ബൂത്തുകളിലെ കൂടി കണക്ക് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഏകദേശം പൂർത്തീകരിച്ചു. 70-നും 75-നും ഇടയിലായിരിക്കും രണ്ട് മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് നമുക്ക് മണ്ഡലങ്ങളിലേക്ക് വരാം. ആദ്യം പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയിലെ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് എടുത്ത് കാണിക്കുമ്പോൾ അത് LDF-ന് പ്രതീക്ഷ നൽകുന്നത് ഈ കാരണങ്ങളെ കൊണ്ടാണ്. അത് നമുക്ക് അക്കമിട്ട് ഞാൻ പറയാം. ഒന്ന്, അതിൽ ഈ സമസ്തയുടെ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷ. രണ്ട്, UDF-ലെ വോട്ടുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസിലെ വോട്ടുകൾ വലിയൊരു വിഭാഗം BJP-ക്ക് അനുകൂലമായിട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട്. മൂന്നാമതായിട്ട് ലീഗിലെ തന്നെ യുവ വോട്ടർമാർ, അതായത് യൂത്ത് ലീഗിന്റെ വിഭാഗത്തിലുള്ള വോട്ടർമാരുടെ ഒരു കുറവ് ഈ UDF-ന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നതിലും വോട്ട് ചെയ്യുന്നതിനും ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അവരുടെ സംബന്ധിച്ച് ഒരു അട്ടിമറി ജയം പൊന്നാനിയിൽ സാധ്യമാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ മൂന്ന് കാരണങ്ങളാണിത്. എങ്ങനെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 2014 V. അബ്ദുറഹ്മാൻ നടത്തിയ ഒരു പോരാട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലൊരു പോരാട്ടമാകും. ഏറ്റവും ചുരുങ്ങിയത് തോറ്റാൽ തന്നെ ഏകദേശം 25,000-ൽ താഴെ വോട്ടുകളൊക്കെ തോൽക്കുകയുള്ളൂ എന്നൊരു വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിനുള്ളത്. ജയിച്ചാൽ തന്നെയും ഏകദേശം 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാകൂ. അത്രയും നെക്ക് ടു നെക്ക് ഫൈറ്റാണ് പൊന്നാനിയിൽ എന്നാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത്. മറുവശത്ത് UDF-ന്റെ കണക്കൂട്ടൽ ഒരു 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഈ സമസ്തയുടെ വോട്ട് ചോർച്ച വലിയ ഘടകമായിട്ട് വരുന്നില്ലെങ്കിൽ പോലും, അഥവാ അങ്ങനെ വോട്ട് ചോർന്നാൽ പോലും അത് SDPI, മറ്റ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ മറ്റ് സംഘടനകളുടെ വോട്ടുകളും അതുപോലെ തന്നെ സാധാരണ വോട്ട് ചെയ്യാത്ത മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകളും അനുകൂലമായിട്ട് സമദാനിക്ക് വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. സമദാനിയുടെ വ്യക്തിത്വം, സമദാനിക്ക് രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തുള്ള ഒരു ഇമേജ് അവിടെ ഇത് ഗുണം ചെയ്യുന്നു എന്നൊരു കണക്കൂട്ടലുണ്ട്. പൊതുവെ ഹിന്ദു വിഭാഗത്തിലുള്ള വോട്ടുകൾ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെല്ലാം തന്നെ സ്വീകാര്യമായ ഒരു സാഹചര്യത്തിൽ ഹിന്ദു വിഭാഗത്തിലുള്ള വോട്ടുകളുടെ അനുകൂലമായി ലഭിക്കുമെന്നൊരു കണക്കൂട്ടലും ആ തരത്തിൽ UDF-ആണ്. അങ്ങനെ ഒരു ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും കടുത്ത മത്സരമാണെങ്കിൽ പോലും 75,000 വോട്ടിനെങ്കിലും ജയിക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്തെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. മലപ്പുറത്ത് കടുത്ത മത്സരമാണ് നടക്കുന്നത് ഇടതുപക്ഷം. അനുമോദ്, തീർച്ചയായും മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മറ്റ് സംശയങ്ങളിലേക്ക് വരാം. മലപ്പുറത്ത് കടുത്ത മത്സരമാണ് നടക്കുന്നതെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ട്. യുവ നേതാവാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച ഘടകങ്ങൾ, അതായത് സമസ്തയുടെ വോട്ട്, യുവ വോട്ടർമാരുടെ വോട്ട്, ഇത് രണ്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാകും എന്നൊരു കണക്കൂട്ടൽ തന്നെ ഉണ്ട്. അത് വിജയത്തിലേക്ക് നയിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാനാകില്ല. ഈ ഒരു പക്ഷേ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ET മുഹമ്മദ് ബഷീറിന് ഏറ്റവും ചുരുങ്ങിയത് 1.5 ലക്ഷം വോട്ടെങ്കിലും കിട്ടുമെന്നൊരു ഏറ്റവും ചുരുങ്ങിയ കണക്കൂട്ടലാണ് ലീഗിനുള്ളത്. അവിടെ ഈ സമസ്തയുടെയോ യുവ വോട്ടർമാരുടെയോ വോട്ടിനേക്കാൾ കൂടുതൽ SDPI-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അടങ്ങുന്ന വലിയൊരു വോട്ട് ഷെയർ മലപ്പുറം മണ്ഡലത്തിലുണ്ട്. 48,000-ലധികം വോട്ടുകൾ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDPI നേടിയതാണ്. അതെല്ലാം ഈ തവണ എൻ ബ്ലോക്കായിട്ട് ETക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതായത് നല്ലൊരു വിജയം, 1.5 ലക്ഷത്തിൻ്റെ വിജയം ലഭിക്കും എന്നൊരു കണക്കൂട്ടലാണ് UDF-നുള്ളത്. പക്ഷേ പൊന്നാനിയിലാണ് ഇടതുപക്ഷത്തിന് മലപ്പുറത്തേക്കാൾ കൂടുതൽ പ്രതീക്ഷയുള്ളത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു മത്സരത്തിന്റെ ശൈലി അങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു രീതിയും അങ്ങനെയായിരുന്നു. അവിടെ നമ്മൾ കിരണൊക്കെ വന്നപ്പോൾ കണ്ടതാണല്ലോ പൊന്നാനിയിലെ KS ഹംസയുടെ ആത്മവിശ്വാസവും അദ്ദേഹത്തിൻ്റെ പ്രചരണവും ഒക്കെ. എന്ന് തന്നെയാണെങ്കിലും ഈ പോളിംഗ് ശതമാനത്തിലെ കുറവാണ് ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ ഇരു മുന്നണികൾക്കും ആശങ്ക നൽകുന്ന ഒരു കാര്യം. ഇടതുപക്ഷം അവകാശപ്പെടുന്നത് അവരുടെ വോട്ടെല്ലാം പോൾ ചെയ്ത് കഴിഞ്ഞു, കിട്ടാനുള്ളത് UDF-ന്റെ വോട്ടുകളാണ് എന്നുള്ളതാണ്. മറിച്ച് UDF പറയുന്നത് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഈ പോളിംഗ് ശതമാനം കൂടിയാൽ
ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് വരുന്നൊരു ട്രെൻഡാണ് മുൻകാലത്ത് മലപ്പുറത്തും മുന്നാലിൽ ഉണ്ടായിട്ടുള്ളത്. അത് അത്തരത്തിലൊരു ന്യായീകരണമാണ് ഇരു മുന്നണികളും പരസ്പരം പറയുന്നത്. റൈറ്റ്. എന്തായാലും രേണുക, അവിടെ ഈ കാര്യമായ കുറവുണ്ടാകുന്നു പൊന്നാനിയും മലപ്പുറവും എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ തവണ മലപ്പുറത്ത് പോളിംഗ് ശതമാനം 75 പൊന്നാനിയിലേത് 74. എനിക്ക് ഇത്തവണത്തെ പോളിംഗ് ശതമാനം എത്തില്ല എന്ന തീർച്ചയായും പക്ഷേ എനിക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഏതാണ്ട് 2 മാസത്തോളം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സമയമുണ്ട്. ആ സമയം ഉപയോഗിച്ച് പ്രചരണം നടത്തി. പക്ഷേ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ആയിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ രേണുക, സംശയമുണ്ടാകുന്നത് കഴിഞ്ഞ തവണ വലിയ വോട്ടിംഗ് നടന്ന മണ്ഡലങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ വയനാട്ടിൽ 82% പോലെ, കാസർഗോഡ് 82% പോലെയൊക്കെ വോട്ടിംഗ് രേഖപ്പെടുത്തിയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അത്രയും കുറവ് പൊന്നാനിയിലും മലപ്പുറത്തും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഫൈനൽ പോളിംഗ് ശതമാനം വരുമ്പോൾ ഉണ്ടാകുമോ എന്ന സംശയം കൂടിയുണ്ട്. അവിടെ വോട്ട് ശതമാനം ഒരു ഭാഗത്ത് കുറഞ്ഞു എന്നത് വസ്തുതയായി നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഘടകം കൂടിയുണ്ട്. അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ ഈ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രത്യേകിച്ച് ലീഗിനും CPIM-നും ഒരു കണക്കുകൂട്ടലുകൾ ഉണ്ടാകും. അത് അനുസരിച്ച് തന്നെയായിരിക്കണം നമുക്കതിനെ കൂടുതൽ സമഗ്രമായി വിലയിരുത്താൻ സാധിക്കുക. തീർച്ചയായും. എന്തായാലും നമുക്ക് കിരൺ നേരത്തെ സൂചിപ്പിച്ചു പൊന്നാനിയിൽ നിങ്ങൾ ചെന്നപ്പോൾ TK ഹംസയുടെ ആത്മവിശ്വാസത്തെക്കുറിച്ച്. അങ്ങനെ ഒരു ആത്മവിശ്വാസം അതെങ്ങനെ അത് തള്ളിക്കളയാൻ കഴിയില്ല. അതിനകത്ത് 1-2 ഘടകങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ വോട്ട് എങ്ങനെയാണ് വന്നതെന്നറിയില്ല. KS ഹംസ എന്ന് പറയുന്നത് KS ഹംസ ലീഗിൽ നിന്ന് വന്നയാളാണ്. ലീഗിന് എന്തെല്ലാമാണ് ഉള്ളിലെ പ്രശ്നങ്ങൾ എന്നുള്ളതുണ്ട്. പ്രത്യേകിച്ച് അവിടെ സ്ഥാനാർത്ഥിമാരെ, അവിടെ ET മുഹമ്മദ് ബഷീർ ആയിരുന്നു, അവിടേക്ക് സമദാനി സ്ഥാനാർത്ഥിയായി വരുന്നു. അത് അകത്തുണ്ടാക്കിയ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സമസ്തയുടെ നിലപാട്, സമസ്തയുമായി എന്തായാലും വളരെ നേരത്തെ തന്നെ പ്രശ്ന പരിഹാരത്തിനുള്ള നേതാക്കളുടെ വാക്കുകളൊന്നും ആരും ഉൾക്കൊണ്ടിട്ടില്ല എന്നത് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? അത് പൂർണ്ണമായി നമുക്ക് ഒരു വിഷയം, സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗ് എന്ന് പറയുന്നത് നമുക്ക് സമസ്തയുടെ അംഗങ്ങളെ ലീഗിനെ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും വേർതിരിക്കാൻ കഴിയില്ല. കുറെ അംഗങ്ങളെ ഇനി സമസ്തയുടെ നേതൃത്വം എന്ത് പറഞ്ഞാലും അവർ ലീഗിന് തന്നെ വോട്ട് ചെയ്യുന്നവരാണ്. ലീഗിന് അത് മാറ്റം ഉണ്ടാവില്ല. പക്ഷേ സമസ്ത എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. സമസ്തയുമായി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുമ്പോഴും സമസ്തയുടെ നേതാക്കളാരും അവസാന നിമിഷം വന്നിട്ട് പിന്നീട് എതിർത്ത് പറഞ്ഞില്ല എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ലീഗിനുമായിട്ട് യാതൊരു തർക്കവുമില്ല. ലീഗെന്ന് സമസ്ത എന്ന് പറയുന്നത് ഒരു തരത്തിൽ മുൻകാലങ്ങളിലൊന്നും നമുക്ക് ഒരു തരത്തിൽ വേർതിരിക്കാൻ കഴിയാത്ത ഒരേ മനസ്സോടുകൂടി പോയവരാണ്. അവിടെ അവരൊരു എതിർപ്പ് പറയുന്നു, ആ എതിർപ്പിനപ്പുറത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശതമാനം കുറഞ്ഞ സാഹചര്യം അവർക്ക് അനുകൂലമാകും എന്ന് കരുതുന്നു. അതിൽ അങ്ങനെ ഉണ്ട്, അതിനൊരു സാധ്യത എന്ന് പറയുന്നത് സമസ്ത അങ്ങനെ ഒരു നിലപാട്, സമസ്തയ്ക്ക് ഉള്ളിൽ തന്നെ ലീഗിനെതിരായിട്ടൊരു വികാരമുണ്ട്. ഒരു വിഭാഗം പ്രവർത്തകர்கள் സമസ്തയ്ക്ക് ഉള്ളിൽ തന്നെ ശക്തമായി തന്നെ ലീഗിനെതിരെ വികാരമുണ്ട്. വളരെ നേരത്തെ തന്നെ, ഇപ്പോൾ മാത്രമല്ല, എന്നുവെച്ചാൽ നേരത്തെ സമസ്തയുടെ എല്ലാ ചർച്ചകളും സർക്കാരുമായി വരുന്നെങ്കിൽ അതിന് ഇടതു സർക്കാരായാലും അതല്ല കോൺഗ്രസ് UDF വരുമ്പോഴായാലും ലീഗ് വഴിയാണ് ചർച്ചകൾ വരുന്നത്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ഏറ്റെടുത്തത്, അദ്ദേഹം ചർച്ച ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് നേരിട്ട് സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തുക. സംസ്ഥാന നേതാക്കൾക്ക് ചർച്ച ചെയ്യണമെങ്കിൽ, വിഷയങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ലീഗ് നേതാക്കളെ കൊണ്ടുവരേണ്ടതില്ല, നിങ്ങൾക്ക് നേരിട്ട് വരാം. കണക്ക് വരുന്നു 70.22% ഉയർന്നിരിക്കുന്നു സംസ്ഥാനത്തെ ആകെ വോട്ടിംഗ് ശതമാനം എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ 75.57%, അതാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ഇടം. തിരുവനന്തപുരത്ത് 66.41% അവസാനത്തെ കണക്ക്. തൃശൂരിൽ 71.91% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശമില്ലാത്ത പോളിംഗ് തൃശൂരിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. 71.91% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും തിരുവനന്തപുരത്തെ കണക്കുകൾ അടക്കം പരിശോധിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണത്തെ തിരുവനന്തപുരത്തെ പോളിംഗ് എന്നത് 73% മുകളിലാണ്. ഒരു പക്ഷേ ആ കണക്കിലേക്ക് തിരുവനന്തപുരം എത്താനും സാധ്യതയുണ്ടോ? ഇല്ല, അതാണ് രേണുക ഞാൻ സൂചിപ്പിച്ചത്. പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത് പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ 74.19% ഉണ്ടായിരുന്നു. പത്തനംതിട്ടയെ സംബന്ധിച്ച് അതൊരു ഉയർന്ന പോളിംഗ് ആണ്. പത്തനംതിട്ടയിൽ ഇത്തവണ പത്തനംതിട്ടയിലെ പോളിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പത്തനംതിട്ടയിൽ 63 പോയിന്റ്. ഇനി 1% കൂടെ കൂടിയെന്ന് കരുതുക. 1% കൂടിയാൽ ഏകദേശം 9-10% ആ കണക്കാണ് കിരൺ ഞാൻ സംശയമായി ചോദിച്ചത്. നമ്മൾ പൊന്നാനിയിൽ നിന്നും മലപ്പുറത്ത് നിന്നും ആരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വോട്ട് കുറവ് 3% അല്ലെങ്കിൽ 4%. പത്തനംതിട്ടയും തിരുവനന്തപുരവും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ആ നിലയിലല്ല. ഏതാണ്ട് 10% അല്ലെങ്കിൽ 8% ഒരു പക്ഷേ ഫൈനൽ ഈ പോളിംഗ് ശതമാനം വരുമ്പോഴും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്.
അപ്പോൾ ശബരിമല പോലെയുള്ള ഒരു തരംഗം മാത്രമായിരുന്നോ കഴിഞ്ഞ തവണ ഇത്രമേൽ വലിയ വോട്ട് സാന്നിധ്യം ഉണ്ടാക്കിയത്? ഇത്തവണ നമ്മൾ കഴിഞ്ഞ ദിവസവും നിരീക്ഷിച്ചതാണ്, പൊതുവെ ഒരു തരംഗമുണ്ട്, പക്ഷേ അതൊരു നിശബ്ദ തരംഗമാണ്. അത് ആർക്കനുകൂലം എന്ന് നമുക്ക് പറയാറായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രതിഫലനം ഉണ്ടായോ? കാടിളക്കി നമ്മൾ പറയുമല്ലോ ഉഴുതുമറിച്ച പ്രചാരണം എന്നൊക്കെ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ അവിടെ ശബരിമലയെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, അവിടെ മത്സര രംഗത്തേക്ക് വന്ന ആരാണ്? കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ശബരിമല സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് ഒരു നായകൻ അവിടെ മത്സരത്തിലേക്ക് വരുന്നു. ആദ്യമായിട്ടാണ് ബി.ജെ.പിയുടെ വോട്ടിംഗ് ശതമാനം ഇത്രയേറെ ഉയരുന്നതും ബി.ജെ.പി അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ത്രികോണ മത്സരം എന്നുള്ളൊരു ആംഗിളിലേക്ക് പോകുന്നത്. ഇത്തവണ പക്ഷേ അങ്ങനെയല്ല. അവിടെ ഇവരുദ്ദേശിച്ചത് ഹിന്ദു വോട്ടെ പ്ലസ് ഒരു ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലഭിക്കാൻ സാധ്യതയുള്ള അനിൽ ആന്റണിയെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ അനിൽ ആന്റണി കൂടി വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ തരത്തിലേക്ക് ഒരു വലിയ വോട്ടിംഗ് ശതമാനത്തിലേക്ക് ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉണർവ് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. പക്ഷെ അങ്ങനെ ഒരു വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായാൽ, അല്ലെങ്കിൽ എൻ.ഡി.എക്ക് ലഭിക്കുന്ന വോട്ടിൽ ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടായാൽ അത് എങ്ങനെയാണ് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ വിജയത്തെയോ, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ഇനി തോമസ് ഐസക്കിനെ സംബന്ധിച്ച് അവിടെ ഒരു വിജയ സാധ്യതയോ കാണാൻ കഴിയുന്ന തരത്തിൽ നേരത്തെ തരത്തിലാണ് വോട്ടിംഗ് പാറ്റേൺ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഇതുവരെയുള്ള വോട്ടിംഗ് പാറ്റേൺ വെച്ചാൽ വിജയ സാധ്യത കൂടുതൽ ആന്റോ ആന്റണി കൽപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അവിടെ ഒരു 9% കുറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി റിസൾട്ട് പോലെ അല്ലെങ്കിൽ അസാധാരണമായ നീക്കം, കടന്നൊരു നീക്കം കുറഞ്ഞത് ഒരു പ്രധാന കാരണമായി ചർച്ചാ വിഷയമായി തന്നെ മാറുന്നു എന്ന് വേണം കരുതാൻ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ, പോളിംഗ് മന്ദഗതി, ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. മണിക്കൂറുകളോളം വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം, പോളിംഗ് ബൂത്തുകളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളിന് പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഏറെ കോൺഗ്രസ് ശതമാനം കുറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് CPI ഇടതുമുന്നണിക്കോ അല്ലെങ്കിൽ ബി.ജെ.പിക്കോ ആണെങ്കിൽ ബി.ജെ.പിയുടെ ഇടതുമുന്നണിയുടെ കൃത്യം വോട്ടുകളുണ്ട്. കോൺഗ്രസിന് പലപ്പോഴും ഇപ്പോൾ ഒരു പ്രകടനത്തിന് 100 പേർ വീതം 3 സ്ഥാനത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കണം കോൺഗ്രസിനാണ് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത. കോൺഗ്രസ് അത്ര ആളുകളെ എത്തിക്കാൻ കഴിയില്ല. തീർച്ചയായും അതിന് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഉണ്ടായ സാഹചര്യങ്ങൾ പോലും UDF-നെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം. അവിടെ വോട്ടിംഗ് ശതമാനം കുറയുന്നത് അവരെ അങ്കലാപ്പിലാക്കും. അത് എന്തായാലും ആ വോട്ടിംഗ് ശതമാനം തിരുവനന്തപുരത്തും കാര്യമായി കുറഞ്ഞിരിക്കുന്നു. നമുക്ക് മിഥുൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തെ ഡേറ്റകളുമായി. മിഥുനോട് ചോദിക്കാൻ കൂടുതൽ കാര്യങ്ങൾ. മിഥുൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം ശശി തരൂരിന് വലിയ മുൻതൂക്കം ലഭിച്ചു. അതിപ്പോൾ തുടർച്ചയായി ശശി തരൂർ അവിടെ നിന്ന് വിജയിച്ച് കയറുന്നു. അങ്ങനെ വിശ്വപൗരൻ വീണ്ടും ജനവിധി തേടുന്ന മണ്ഡലമാണ്. അവിടേക്ക് കേന്ദ്രമന്ത്രി ഇറക്കിക്കൊണ്ടാണ് BJP മത്സരം മുറുക്കിയത്. അതേസമയം പന്ന്യൻ രവീന്ദ്രൻ അവിടെ സുപരിചിതനായിട്ടുള്ള, നേരത്തെയും വിജയിച്ച് കയറിയിട്ടുള്ള പന്ന്യൻ മത്സരത്തിനെത്തുന്നു. തിരുവനന്തപുരം എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒന്നാണ്. പക്ഷേ ഇതാ നോക്കൂ, വോട്ടിംഗ് ശതമാനം ഈ ഘട്ടത്തിൽ നമുക്ക് ഇതൊരു ഫൈനൽ അല്ല, അത് ഉറപ്പിച്ചു പറയാമെങ്കിൽ പോലും ഇനി കാര്യമായ വലിയ മാറ്റങ്ങളൊന്നും ഈ വോട്ടിംഗ് ശതമാനത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്? അതിപ്പോൾ ഏത് മേഖലയിൽ എന്ന് നമുക്ക് ഷാർപ്പായി പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും തീർച്ചയായും, അതായത് നമുക്കറിയാം കഴിഞ്ഞ തവണ 73.45% തിരുവനന്തപുരത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇന്ന് രാവിലത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ വിചാരിച്ചത് ഒരു പക്ഷേ 73 മുകളിലേക്ക് ഒരു പക്ഷേ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന് കരുതിയെങ്കിൽ പോലും തന്നെ അത് കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് രാവിലെ തന്നെ ചൂട് കൂടുന്നതിന് മുമ്പ് തന്നെ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതെന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ രാവിലെ ഉള്ള ആ ട്രെൻഡ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതായത് തീരദേശ മേഖല, അതായത് ഈ 3 മുന്നണികളും പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം. അങ്ങനെയുള്ള മണ്ഡലത്തിൽ ഈ 3 മുന്നണികളും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പ്രദേശം കൂടിയാണ് തീരദേശ മേഖല. ഇവിടെ നിന്നാണ് നമുക്കറിയാം 2019 അല്ലെങ്കിൽ 2014 2014 കൃത്യമായി പറഞ്ഞാൽ മറ്റ് 4 നിയോജക മണ്ഡലത്തിലും NDA കാര്യമായി തന്നെ ഭൂരിപക്ഷം നേടിയിരിക്കെ ശശി തരൂരിന് മേൽക്കേ നേടിക്കൊടുത്ത പ്രധാനപ്പെട്ട ഇടം ഈ പറയുന്ന തീരദേശ മേഖല തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 3 മുന്നണികളും പ്രധാനമായും തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വലിയ ശക്തമായ പ്രചരണം ആരംഭിക്കുകയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ നിരവധി തവണ അവിടെ വാഹന പ്രചാരണവുമായി പോകുന്നത് കണ്ടു. ഒപ്പം തന്നെ പ്രചരണം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ഈ ഒരു രാവിലെ ഉണ്ടായ ട്രെൻഡ് തീരദേശ മേഖലയിൽ കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുകയും കൂട്ടത്തോടെ ആളുകൾ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ നേരിട്ട് കണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് വണ്ടിയിൽ ആളുകളെ കൊണ്ടിറക്കുന്ന ഒരു സ്ഥിതിവിശേഷം തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്നു. പല പോളിംഗ് ബൂത്തുകളിലേക്കും
നീക്കമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം പ്രധാനമായും ഉയരുകയും ചെയ്യും. പക്ഷേ വൈകിട്ട് നമ്മൾ അവിടെ നിന്ന് ലൈവ് നൽകിയപ്പോൾ ഇക്കാര്യത്തിൽ തീരദേശ മേഖലയാണ് തരൂരിനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമായി വന്നിട്ടുള്ള മണ്ഡലങ്ങൾ. മറ്റ് 4 ഇടങ്ങളിലും BJP സ്ഥാനാർത്ഥി ലീഡ് എടുക്കുമ്പോൾ പോലും തരൂരിനെ ജയത്തിലേക്ക് കൊണ്ടുപോയ മണ്ഡലങ്ങൾ. അവിടെ പോൾ ചെയ്യേണ്ട വോട്ട് പോൾ ചെയ്തിട്ടുണ്ടോ? UDF-നെ സംബന്ധിച്ച് അങ്ങനെ ആശ്വസിക്കാൻ കഴിയുമോ? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോഴും UDF നേതൃത്വം വെച്ചു പുലർത്തുന്ന ഒരു കാര്യം. അതായത് മറ്റെവിടെയും 2014 കണക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. അന്ന് നമുക്കറിയാം വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല അടക്കമുള്ള 4 നിയോജക മണ്ഡലത്തിലും കൃത്യമായി തന്നെ ആധിപത്യം സൃഷ്ടിക്കാൻ അന്ന് NDAക്ക് സാധിച്ചിരുന്നു. അന്ന് O രാജഗോപാൽ ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ പിന്നീട് ഈ 3 മേഖലകളിലേക്ക്, അതായത് കോവളം, നെയ്യാറ്റിൻകര അടക്കമുള്ള നിയോജക മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാൻ നേതൃത്വത്തിന് സാധിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് വിജയം ശശി തരൂരിലേക്ക് നിലനിർത്താൻ സാധിക്കുകയും ചെയ്തു. ആദ്യമായി വിശ്വപൂരിന് വിജയിച്ച് കയറാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും UDF നേതൃത്വം വെച്ചു പുലർത്തുന്നത് തീരദേശ മേഖല തങ്ങളെ കൈവിടില്ല. അങ്ങനെ ഒരു ആത്മവിശ്വാസം തീരദേശ മേഖലയെ സംബന്ധിച്ച് UDF-നുണ്ട്. എന്തായാലും നമുക്കൊപ്പം VR കാർത്തിക് കൂടി ചേരുന്നുണ്ട്. കാർത്തിക് ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് പോലും കാർത്തിക് നിന്ന ബൂത്തുകളിൽ വലിയ നിരയുണ്ടായിരുന്നു. പക്ഷെ കിരൺ, എനിക്ക് തോന്നുന്നു അതൊരു വോട്ട് ശതമാനത്തിന്റെ വർധനമായിരുന്നില്ല. ഇപ്പോൾ പല ബൂത്തുകളിൽ നിന്നും ചൂട് എന്നത് ഒരു ഘടകം. രണ്ടാമതായി തെരഞ്ഞെടുപ്പ് ഈ പോളിംഗ് നടന്നത് എല്ലാ ബൂത്തുകളിലും തന്നെ സാധാരണയുള്ള ഒരു വേഗത ഉണ്ടായില്ല എന്ന് പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങിയാൽ തന്നെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ലേ? പണ്ടത്തെ പോലെ പ്രചാരണം ജനങ്ങളെ ഹരം പിടിപ്പിക്കുന്ന തരത്തിലേക്കൊന്നും ഈ ത്രികോണ മത്സരം അല്ലെങ്കിൽ ശക്തമായ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ അല്ലാണ്ട് പോയിട്ടില്ല എന്നൊരു തിരുവനന്തപുരത്തിന് പ്രത്യേകത. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ആ തരത്തിലേക്ക് പോളിംഗ് തീരദേശ മണ്ഡലങ്ങൾ അടക്കം ഉയരാൻ കാരണം 2014 ഈ തീരദേശ മണ്ഡലങ്ങളിൽ അങ്ങനെ പോളിംഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ O രാജഗോപാൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 15,000 വോട്ടിന്റെ ഡിഫറൻസിൽ മാത്രമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവരുത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാരണവശാലും BJP-യുടെ കാൻഡിഡേറ്റ് ജയിക്കരുത്. ആ ഒരു വാശിയോടുകൂടിയാണ് കഴിഞ്ഞ തവണ ഈ 3 തീരദേശ മണ്ഡലങ്ങളും ആ തരത്തിലേക്ക് വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ നേമത്ത് മാത്രമാണ് BJP-ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത്. ബാക്കി 6 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിയത് ശശി തരൂർ തന്നെയാണ്. ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഈ BJP വളരെ ശ്രദ്ധിച്ചാണ്. BJP തീരദേശ പ്രദേശത്ത് എല്ലാ വാഹന പ്രചരണം നടത്തുകയാണെങ്കിലും അവരുടെ പ്രകടനം നടത്തുകയാണെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമായിട്ട്, മറ്റു സ്ഥലങ്ങളിലൊക്കെ ബൈക്ക് റാലി നടത്തുമ്പോൾ 100, 200, 300, 400 ബൈക്കുകളൊക്കെ ഇവിടെ 1 കിലോമീറ്റർ നീളുന്ന വലിയ റാലികളും ഒക്കെ നടത്തുമ്പോൾ തീരദേശ മണ്ഡലങ്ങളിലെല്ലാം വളരെ കുറച്ച് ആളുകൾ വെച്ചിട്ട് ഒരു കാരണവശാലും BJP ജയിക്കാൻ പോകുന്നു എന്നൊരു ഫീല് തീരദേശ മേഖലയിൽ ഉണ്ടാവരുത്. 3 മണ്ഡലങ്ങൾ പ്രധാനമാണ്. പക്ഷേ തീരദേശ മേഖലയെ അവർ വളരെ പ്രത്യേകതയോടുകൂടി പരിഗണിച്ചു എന്നൊരു കാര്യം പരിഗണിച്ച് അങ്ങനെയാണ് അവരെ പരമാവധി അടുപ്പിക്കാവുന്നവരെ അടുപ്പിക്കുക. ശശി തരൂരിൽ നിന്ന് പരമാവധി വോട്ട് മാറ്റുക. അതിനി 2 വോട്ട് സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ അവിടെ ഒരു കാരണവശാലും പ്രകോപനം ഉണ്ടാക്കി അവരുടെ വോട്ട് ഒരു സ്ഥാനാർത്ഥിയില്ല ശശി തരൂരിലേക്കോ പന്ന്യൻ രവീന്ദ്രനിലേക്കോ ക്രോഡീകരിക്കുന്ന അവസ്ഥ. അപ്പോൾ പോലും സഭാ നേതൃത്വങ്ങൾ കൃത്യമായ നിലപാടും സന്ദേശവും ഇക്കാര്യത്തിൽ അവരുടെ വോട്ടർമാർക്ക് നൽകിയിട്ടുണ്ട് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും തീരമേഖലയിൽ ചോർച്ച ഉണ്ടായിട്ടില്ല. ഒപ്പം കാർത്തികാണ് ചേരുന്നത്. ഈ തീരദേശ മേഖലയിൽ നമ്മൾ ഈ സഭാ നേതൃത്വം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഈ സഭാ നേതൃത്വം പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണ മനുഷ്യർക്ക് ഫീൽ ചെയ്യുകയാണ്. 2019 അവർക്ക് ഫീൽ ചെയ്തു. 2014 ഞങ്ങൾ വോട്ട് ചെയ്തില്ല, എന്റെ വോട്ട് പോയാൽ പോലും ചിലപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയെന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് അതേ ആവേശത്തിലെത്തി. ഇത്തവണ ആ ഒരു ആവേശത്തിന് തോന്നാനുള്ള കാരണങ്ങൾ അവരുടെ മുന്നിലില്ല. BJP-യുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ജയിക്കുന്ന ഒരു ഫീൽ അവർ ഒരിക്കലും തീരദേശ മേഖല ഇവിടെയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് ഒരു പരിധി വരെ തന്ത്രം വിജയിച്ചു. BJP ആണ് ഞങ്ങളുടെ എതിരാളി എന്ന് തുറന്നു പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടേതായി വന്ന കുറെ സംഭാവനകൾ ഉണ്ട്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനും പ്രതികരിക്കാനും ഒക്കെ നമുക്ക് അതിലേക്ക് വിശദമായി വരാം. എന്തായാലും കാർത്തികിനെ അത്യാവശ്യമായി അവിടെ നിന്ന് നമുക്ക് ഡേറ്റകൾ എടുക്കേണ്ടതുണ്ട്. കാർത്തിക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആണ്. ആ മണ്ഡലത്തിലെ വോട്ട് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. ആറ്റിങ്ങലിൽ ഒരു ഘട്ടത്തിൽ അതിശക്തമായ പോളിംഗ് ആയിരുന്നു നടന്നത്. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 70% എത്തിയിട്ടില്ല. 69.39 എത്തി നിൽക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങലിൽ നിന്ന് കാർത്തിക് അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുന്നു. അതായത് കേന്ദ്രമന്ത്രി V മുരളീധരനെ അടക്കം കളത്തിലിറക്കി. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ 2,04,000-ലധികം വോട്ട് നേടിയിരുന്നു. ആ വോട്ടെങ്കിലും ഉറപ്പിക്കുക എന്നത് BJP-യുടെ ആവശ്യമാണ്. മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് CPI-ന്റെ ആവശ്യമാണ്. നിലനിർത്തുക എന്നത് അടൂർ പ്രകാശിന്റെ ആവശ്യമാണ്. അപ്പോൾ ഈ ഇരട്ട വോട്ട് വാദമടക്കം ഏറ്റവും ശക്തമായിരുന്ന പ്രദേശമായിരുന്നല്ലോ ആറ്റിങ്ങൽ. ആറ്റിങ്ങലിലും ഇത്തവണ
2019 താരതമ്യം ചെയ്യുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അത് ഏത് മേഖലയാണ് ഇത്തരത്തിൽ വോട്ട് കുറവുണ്ടായിട്ടുള്ളത് എന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 69.36% പോളിംഗ്. ഈ ഉയർന്ന പോളിംഗ് ശതമാനം 70%-ഓടടുത്ത പോളിംഗ് തന്നെയാണ് മുന്നണികളുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനവും അതോടൊപ്പം തന്നെ അവരുടെ കണക്കുകൂട്ടലുകളിൽ ചില ആശങ്കകൾ ഉളവാക്കുന്നതും. ഏതായാലും ശക്തമായ ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിൽ നടന്നത്. ഏറ്റവും ഒടുവിൽ പോളിംഗിന്റെ അവസാന മിനിറ്റുകളിലും ഈ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ആറ്റിങ്ങലിൽ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. ആര് ജയിച്ചാലും വലിയൊരു മാർജിൻ ഉണ്ടാകില്ല, അതായത് നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമായിരിക്കും വിജയം എന്നാണ് മുന്നണികൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. പ്രാഥമികമായും നിയോജക മണ്ഡലാടിസ്ഥാനത്തിലാണ് മുന്നണികൾ ഇപ്പോൾ അവരുടെ പ്രാഥമിക കണക്കുകൂട്ടലുകളിലേക്ക് എത്തുന്നത്. അതിൽ CPM ഒരു അഭിമാന പോരാട്ടമായാണ് ആറ്റിങ്ങൽ കണ്ടത്. CPMന്റെ ജില്ലാ സെക്രട്ടറി വി ജോയെ തന്നെ രംഗത്തിറക്കി. വളരെ മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംഘടനാ സംവിധാനത്തിന്റെ ഭൂരിഭാഗവും, തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭൂരിഭാഗവും ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മുന്നേ തന്നെ തുടങ്ങിയിരുന്നു. ഇതിന്റെ എല്ലാം ഒരു പ്രതിഫലനം ഈ പോളിംഗിൽ ഉണ്ടായി എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങൽ, വർക്കല, ചിറയൻകീഴ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ മെച്ചപ്പെട്ട പോളിംഗ് ഉണ്ട്. പാർട്ടി വോട്ടുകൾ എല്ലാം ഉറപ്പാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങളിൽ വലിയ മേൽക്കൈ ഉണ്ടാകും എന്ന് അവർ കണക്കുകൂട്ടുന്നു. നെടുമങ്ങാട്, വാമനപുരം മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ UDFനോട് ഒപ്പം തന്നെയോ UDFന് മുകളിലേക്കോ എത്താം എന്നും അവർ പ്രതീക്ഷ വച്ചു പുലർത്തുന്നു. എന്നാൽ കാട്ടാക്കട, അരുവിക്കര മണ്ഡലങ്ങളാണ് LDFന്റെ കണക്കുകൂട്ടലുകളിൽ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്നത്. കാട്ടാക്കടയിലും അരുവിക്കരയിലും 60%-ലധികമാണ് പോളിംഗ്. സ്വാഭാവികമായും അവിടെ ഒരു മേൽക്കൈ UDFന് ഉണ്ടാകുമോ എന്ന് LDFന്റെ ചില കേന്ദ്രങ്ങളെങ്കിലും സംശയിക്കുന്നുമുണ്ട്. ഏതായാലും UDF ക്യാമ്പും സമാനമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാട്ടാക്കടയിലും അരുവിക്കരയിലും അവർ വലിയ ലീഡ് നേടും എന്ന് കണക്കുകൂട്ടുന്നു. സിറ്റിംഗ് MP എന്ന നിലയിൽ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് അടൂർ പ്രകാശും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളും ഏറ്റവും ഒടുവിലും പങ്കുവയ്ക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരുന്നു ആറ്റിങ്ങലിലേത്. നമുക്കറിയാം, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ 2,47,000 വോട്ടാണ് ആറ്റിങ്ങലിൽ പിടിച്ചത്. അത് നിലനിർത്തുക എന്നതായിരുന്നു വി മുരളീധരന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ അനൌദ്യോഗികമായ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നു. അദ്ദേഹം ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ മുമ്പേ തന്നെ തുടങ്ങിയിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നവർ കണക്ക് കൂട്ടുന്നു. അതായത് ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ മറികടക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വോട്ട് ശതമാനത്തിൽ 5 മുതൽ 10% വരെ ഒരു ഉയർച്ച, ഒരു മേൽക്കൈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഉണ്ടാകും എന്ന കണക്കുകൂട്ടലാണ് BJP കേന്ദ്രങ്ങൾ ഇപ്പോഴുമുള്ളത്. ഏതായാലും ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. അതിശക്തമായ പ്രചരണം, ആറ്റിങ്ങലിന്റെ മുക്കിലും മൂലയിലും എത്തിയ പ്രചരണം, അതിന്റെ പ്രതിഫലനം ഈ പോളിംഗിലും ഉണ്ടായി. തീരദേശം മുതൽ മലയോരം വരെയുള്ള മേഖലകളിൽ, എല്ലാ മേഖലകളിലും തങ്ങൾക്കനുകൂലമായി വോട്ട് വീണു എന്ന് 3 മുന്നണികളും കണക്കുകൂട്ടുന്നു എന്നതാണ് ആറ്റിങ്ങലിലെ മത്സരത്തെ വ്യത്യസ്തമാക്കുന്നത്. ഏതായാലും 69.36% പോളിംഗ്. CPM ജയിക്കും എന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. അത് 3 നിയോജക മണ്ഡലങ്ങളിൽ നേടുന്ന മേൽക്കൈ. അതോടൊപ്പം തന്നെ UDF ആ സ്ഥാനാർത്ഥിയുടെ മികവ്, കഴിഞ്ഞ 5 വർഷത്തെ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് നിഷ്പക്ഷ വോട്ടുകൾ അനുകൂലമായി. ഇതൊക്കെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഏതായാലും 69.39% മാത്രമാണ് എത്തുന്നത്. കഴിഞ്ഞ തവണത്തെ 74-ലേക്ക് ആറ്റിങ്ങൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. യഥാർത്ഥത്തിൽ ജോയി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ കാടടച്ചൊരു വലിയ പ്രചരണം. എങ്ങനെയാണോ അടൂർ പ്രകാശിന് ഒത്ത എതിരാളി തന്നെ, എല്ലാ തരത്തിലും അടൂർ പ്രകാശ് ഏതെല്ലാം തരത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുമോ അതേ തരത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു വി ജോയ് വന്നപ്പോൾ സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനം കൂടുമെന്നാണ് പ്രതീക്ഷിച്ചത്. BJP ആണെങ്കിൽ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് തന്നെ വി മുരളീധരനെ തീരുമാനിക്കുകയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന S സുരേഷിനെ അവിടെ ചുമതല കൊടുക്കുകയും അവിടെ കേന്ദ്രീകരിച്ചുള്ള വലിയ വർക്ക് തുടങ്ങിയതാണ്. പക്ഷേ ഈ വർക്കിന്റെ ഒന്നും ശോഭാ സുരേന്ദ്രന്റെ അത്രയും വോട്ട് നേടാൻ വി മുരളീധരൻ ആയില്ലെങ്കിൽ വലിയ നാണക്കേടായിരിക്കും. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത് A ക്ലാസ് മണ്ഡലമായത്. ഒരു കഥ പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ ഒരിടത്ത് മത്സരിക്കും, അത് A ക്ലാസ് മണ്ഡലമാവും. പാലക്കാട് മത്സരിച്ച A ക്ലാസ് മണ്ഡലം അടുത്ത ആളെ മത്സരിപ്പിച്ചു, അതിനുശേഷം ആറ്റിങ്ങൽ മത്സരിപ്പിച്ചു, ആലപ്പുഴയിൽ മത്സരിക്കുന്നു. അങ്ങനെ ഒരു BJP. എന്തായാലും നമുക്ക് അത്തരം ഡേറ്റകളും വിശദാംശങ്ങളും ആലപ്പുഴയിൽ നിന്നുള്ള വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് വളരെ പെട്ടെന്നൊരു ഇടവേളയിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ
Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. യൂണിവേഴ്സിറ്റി സർക്കാരുകൾക്കെതിരെ Political Grand Finale. Co-presented by Berger Paints. 100 Years of Trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational Partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ കേരളം 70.22% ആണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വടകര മണ്ഡലത്തിൽ നിന്നും MS അനീഷ് കുമാറാണ് നമുക്കൊപ്പം ചേരുന്നത്. ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി ആളുകൾ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. പക്ഷേ പോളിംഗിൽ ഏതാണ്ട് 10% കുറവാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനീഷ്, ആവേശം അലതല്ലിയ പ്രചാരണമാണ് വടകരയിൽ കണ്ടത്. പക്ഷെ അത് വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടില്ല. 10% കുറവ് കഴിഞ്ഞ തവണത്തേക്കാൾ ഈ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകളിൽ രേഖപ്പെടുത്തുന്നു. എന്താണ് വടകരയിൽ സംഭവിച്ചത്? രേണുക, മുന്നണികൾക്ക് അങ്ങേയറ്റം ചങ്കിടിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വടകരയിൽ 73.25% പോളിംഗ് മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായ കണക്ക് പ്രകാരം ഉള്ളത്. ഇനി ഓർക്കാട്ടേരിയിലും നാദാപുരത്ത് അടക്കമുള്ള ചില ഇടങ്ങളിലൊക്കെ ബൂത്തുകളിൽ 200 പേർ 300 പേരൊക്കെ ഇപ്പോഴും വോട്ട് ചെയ്യാൻ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഒരു 12 മണിയോടുകൂടി ഓർക്കാട്ടേരിയിലെ പോളിംഗ് അവസാനിക്കുമെന്നാണ് കരുതുന്നത്. കാരണം പോളിംഗ് രാത്രിയിൽ തുടങ്ങിയപ്പോൾ അവിടെ വെളിച്ചക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് കുറച്ചു നേരം നിർത്തിവെച്ചു. പിന്നീട് വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. 400 പേർക്ക് അവിടെ ടോക്കൺ നൽകിയിട്ടുണ്ട്. മറ്റ് നാദാപുരത്തെയും പേരാമ്പ്രയിലും ചില മണ്ഡലങ്ങളിൽ കൂടി ഇത്തരത്തിൽ 100-200 പേരൊക്കെ വീതം ടോക്കൺ എടുത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ശതമാനം കൂടി എത്തിയാൽ പോലും ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ 82.70 എന്ന ക്രമത്തിലേക്ക് എത്തില്ല എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ കണക്കുകളുണ്ടോ? ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ചൊക്കെ കൊയിലാണ്ടിയിൽ ഏറ്റവും കുറവ് 59.86% ഒക്കെയാണ് വോട്ട് രേഖപ്പെടുത്തിയതായി വരുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ MS-ന് ലഭ്യമാണോ? തീർച്ചയായും ആ കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. UDF-ന്റെ ചങ്കിടിപ്പ് ഒരുപക്ഷെ വർദ്ധിപ്പിക്കുന്നതാവും. കാരണം തലശ്ശേരി മണ്ഡലത്തിൽ 75.36% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂത്തുപറമ്പിൽ 74.61% വടകരയിൽ എന്നാൽ 73% മാത്രമാണുള്ളത്. കുറ്റ്യാടിയിൽ 70% മാത്രം പോളിംഗ് ആണ്. UDF വലിയ പ്രതീക്ഷ വെക്കുന്ന നാദാപുരത്ത് 71% വോട്ടുകൾ മാത്രമാണ്. കൊയിലാണ്ടി 72%, പേരാമ്പ്ര 73% എന്നിങ്ങനെയാണ് പോളിംഗ് നില. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഇരുപക്ഷവും ചങ്കിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും ആശ്വസിക്കാൻ കഴിയുന്നത് കണ്ണൂർ ജില്ലയുടെ ഭാഗമായ 2 മണ്ഡലങ്ങൾ, ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന 2 ഇടങ്ങളിൽ വോട്ടിംഗ് ശതമാനം മറ്റ് കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നു എന്നത് തന്നെയാണ് അനുകൂല ഘടകമായി അവർക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും BJP-യുടെ അസാന്നിധ്യം ഈ വോട്ടിംഗ് ദിനത്തിൽ വലിയ ശ്രദ്ധേയമായിരുന്നു. കാരണം നമ്മൾ പോകുന്ന ഇടങ്ങളിലൊന്നും ഈ പോളിംഗ് ബൂത്തുകൾക്ക് പുറത്തുള്ള സ്ലിപ്പ് കൊടുക്കാനുള്ള ആളുകൾ അല്ലെങ്കിൽ ബൂത്തിലെ ഏജന്റുമാർ അങ്ങനെ പലയിടത്തും BJP-യുടെ അസാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു എന്നതാണ് ഏറ്റവും നമുക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ BJP വോട്ടുകളിൽ കുറവുണ്ടായാൽ അത് പാലക്കാട്ടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പോകുമോ എന്ന ഒരു ആശങ്ക CPM-നുണ്ട്. മറുവശത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ മുരളീധരൻ വഴിയുണ്ടായ തുടർച്ച ഷാഫിക്ക് നൽകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വല്ലതും ചെയ്തോ എന്നൊരു ആശങ്ക LDF ക്യാമ്പിനുണ്ട്. എന്തായാലും MS-ന് തൊണ്ടയില്ല. രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ്. വടകര സ്റ്റാർ മണ്ഡലം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു തൊണ്ടപൊടിയാണ്. 20 മണ്ഡലങ്ങളിൽ ആനുപാതികമായി നോക്കിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എല്ലാ മാധ്യമങ്ങളും സമയവും സ്ഥലവും നൽകിയ ഒരു മണ്ഡലം കൂടിയാണ് വടകര മണ്ഡലം. അത് വോട്ടായി മാറിയില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ കൊയിലാണ്ടി മേഖലയിലൊക്കെ ഷാഫിയുടെ റാലി പോകുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം ഞാൻ നേരിട്ട് കണ്ടതാണ്. പക്ഷേ അവിടെ ഉൾപ്പെടെ വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നത് കാണുമ്പോൾ UDF-ന് എന്തായാലും പക്ഷേ അപ്പോഴും അനീഷ് കുമാർ പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അവിടെ BJP എടുത്തിട്ടുള്ള പ്രഫുൽ കൃഷ്ണയായിരുന്നു അവിടുത്തെ വടകരക്കാരനാണ്. പക്ഷേ ഒരോളം അതുകൊണ്ട് തന്നെ അതായത് BJP പ്രവർത്തകരുടെ
സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് അടിയൊഴുക്കുകൾ ഉണ്ടോ, എന്തുകൊണ്ട് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനെയെങ്കിൽ അത് ആർക്ക് അനുകൂലം എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം. ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടോ, ഇതടക്കമുള്ള പല വിഷയങ്ങളും ഭാവിയിൽ ചർച്ചയ്ക്ക് വരാൻ അതെ, എന്തായാലും ഒരു ബൈ ഇലക്ഷൻ എന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് ഉറപ്പാക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര. അതെവിടെ എന്നുള്ളതിലാണ് ഇനി തീരുമാനമാകേണ്ടത്. ഏറ്റവും ആവേശമുള്ള മണ്ഡലമായിരുന്നു അവിടെ. ആ നിലയ്ക്ക് പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര പോലും വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഉയരുന്നില്ല എന്നത് എന്താണ് സംസ്ഥാനത്ത് ഒരു മണ്ഡലം മാത്രമല്ല, കേരളത്തിൽ ആകെ നോക്കിയാൽ ഏകദേശം ഒരു 7-8% കുറവ് എല്ലായിടത്തും ഉണ്ട്. ഇതിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാൻ തയ്യാറാവാത്ത ആളുകൾ പോലും വന്ന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ വരവോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒരാൾ പ്രധാനമന്ത്രി ആവുന്നു എന്നുള്ള ഒരു വലിയ ഹൈപ്പോ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ആളുകൾ വന്നാവും. ഇത്തവണ എന്തായാലും ആ തരത്തിലേക്ക് ഒരു സാധാരണ ആവേശത്തിന് അത് കടന്നുള്ള ഒരു ആവേശം ഉണ്ടായിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ. അങ്ങനെ ഒരു ആവേശമാണല്ലോ UDF-ന് അനുകൂലമായ ഒരു തരംഗമായി സംസ്ഥാനത്ത് മാറിയത്. അപ്പോൾ അത് ഇത്തവണ ഉണ്ടാകുന്നില്ല എങ്കിൽ അത് UDF ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നതാണ്. അതാണ് സൂചിപ്പിച്ചത്. എന്തായാലും വടകരയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച നടന്ന, ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ആവേശം കണ്ട വടകര മണ്ഡലം, പക്ഷേ അതിനനുസരിച്ചുള്ള വോട്ട് രേഖപ്പെടുത്തിയില്ല എന്നതാണ് വ്യക്തമാകുന്നത്. നമുക്ക് അടുത്ത മണ്ഡലങ്ങൾ കൂടി, അടുത്ത റിപ്പോർട്ടർമാരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അടുത്തത് നമുക്ക് പത്തനംതിട്ട. അതെ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ആദ്യമേ വന്നതാണ്. അനിൽ ആന്റണിയെ പോലെ ഒരു ഘട്ടത്തിൽ PC ജോർജും അനിൽ ആന്റണി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പത്തനംതിട്ട എന്ത് തന്നെയായാലും നിലനിർത്താൻ പറ്റുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു UDF-നെ സംബന്ധിച്ചിടത്തോളം. അവിടേക്കാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, തോമസ് ഐസക്കിനെ പോലെയുള്ള സ്ഥാനാർത്ഥിയെ എത്തിക്കുമ്പോൾ പത്തനംതിട്ടയിലും വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവുള്ള സ്ഥലമാണ്. 10% വ്യത്യാസമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. മറ്റുള്ള സ്ഥലങ്ങളിൽ 6, 7, 8 ഒക്കെ ആണെങ്കിൽ അവിടെ 10% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ശശിനാരായണൻ നൽകും ആ വിശദാംശങ്ങൾ. ശശിനാരായണൻ, എന്തുകൊണ്ടാകാം, അതായത് ഇത്തവണ കഴിഞ്ഞ തവണയും ശ്രദ്ധേയമായ പോരാട്ടം നടന്നതാണ്, പ്രത്യേകിച്ച് ശബരിമലയായിരുന്നു അവിടെ സുവർണ അവസരം എന്ന് BJP വിലയിരുത്തിയിരുന്നതാണ്. അതുകൊണ്ട് മാത്രവുമല്ല, ദേശീയ തലത്തിലടക്കം അത് ചർച്ചയായ മണ്ഡലമാണ്. ഇത്തവണയും അങ്ങനെ AK ആന്റണിയുടെ മകൻ എന്ന ലേബൽ കൂടി ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ഒരു പോരാട്ടം. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവിനെ, ഏറ്റവും സമർത്ഥനായ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം നൽകിയത്. ആന്റണി അവിടുത്തെ സിറ്റിംഗ് MP ആണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത്? അത് ഏത് പോക്കറ്റുകളിൽ നിന്ന് ആണ് ഈ വോട്ട് കുറവ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു പ്രാഥമികമായ സൂചനകളെങ്കിലും ഉണ്ടോ ഈ ഘട്ടത്തിൽ? പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. 61.49% ഇപ്പോൾ നമുക്ക് വോട്ടെടുപ്പിൻ്റെ ഒരു ശതമാന കണക്കായി ലഭിക്കുന്നത്. ഏതായാലും വലിയ ഒരു വാശിയേറിയ തിരഞ്ഞെടുപ്പ് തന്നെയാണ് നടന്നത്. മണ്ഡലത്തിൻ്റെ വിവിധ ബൂത്തുകളിലും രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഏറ്റവും കൂടുതൽ വോട്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ലഭിച്ചത് അടൂരാണ്. 65.29%. കോന്നിയിൽ 62.66% വോട്ട് ലഭിച്ചു. അതുപോലെ തന്നെ ആറന്മുള 59%, 60% ലഭിച്ചത്. എന്തായാലും ഏറ്റവും കൂടുതൽ കുറവുള്ളത് മണ്ഡലത്തിൽ തിരുവല്ലയാണ്. തിരുവല്ല 58.78% തിരുവല്ലയിൽ വോട്ട് ലഭിച്ചത്. അത്തരത്തിൽ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് പല സ്ഥലങ്ങളിലും വോട്ട് കൃത്യമായി ആളുകൾ എത്തി വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ കണ്ടത്. എന്തായാലും ഉച്ചയ്ക്ക് ഒരു വലിയ രീതിയിലുള്ള വോട്ട് എടുപ്പ് ഒരു മന്ദഗതിയിലായിരുന്നു. അതിനുശേഷം 4 മണിയോടുകൂടി സ്ത്രീകളടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ തിരക്ക് പല പോളിംഗ് ബൂത്തുകളിലും കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 40ഓളം വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റി സ്ഥാപിക്കുന്ന സാഹചര്യം കൂടി പത്തനംതിട്ടയിലുണ്ടായ 5 മണ്ഡലങ്ങളിലാണ് ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റി സ്ഥാപിച്ചത്. രാവിലെ ശരി, എന്തായാലും ശശിധരൻ പറഞ്ഞതനുസരിച്ച് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് എന്തായാലും പത്തനംതിട്ടയിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ട്. കുറവ് എങ്ങനെയാണ്, ആരെയാണ് ബാധിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 7 ഇടത്ത് കള്ളവോട്ട് ആരോപണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വോട്ടിംഗ് തടസ്സപ്പെട്ടു എന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ വലിയ രീതിയിൽ പെർസെന്റേജ് കുറഞ്ഞിരിക്കുന്നത്. 2 അപ്ഡേഷൻ കൂടിയുണ്ട് കേട്ടോ. നാദാപുരത്ത് കള്ളവോട്ട് ശ്രമം എന്ന പരാതി വീണ്ടും ഉയർന്നിരിക്കുന്നു. കള്ളവോട്ട് ശ്രമത്തിനിടെ യുവാവ് പിടിയിലായി വാർത്ത. ചക്കിയത്തിന്റെ അവിട ഹാഷിം എന്നയാളാണ് പിടിയിലായത്. അതൊന്ന്. മലപ്പുറത്തും പൊന്നാനിയിലും പ്രതീക്ഷ നൽകുന്ന സാഹചര്യമാണ് എന്ന്
CPM-ന്റെ ഒരു വിലയിരുത്തൽ. ഈ അനുമോദം നൽകുന്ന റിപ്പോർട്ടാണ്. മലപ്പുറം ജില്ലാ നേതൃത്വത്തിന് അത്തരം വിശ്വാസം. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഇടതുപക്ഷത്തിന് അനുകൂലമാകും. ഇരു മണ്ഡലങ്ങളിലും ജയം സാധ്യമെന്നും EN മോഹൻദാസ് അവകാശപ്പെട്ടു. പ്രാഥമികമായ വിലയിരുത്തൽ എന്നാൽ അപ്പുറത്തേക്ക് പാർട്ടിക്കായാലും അത്തരം കണക്കുകളൊന്നും ലഭ്യമാകുകയും ആ കണക്കുകൾ കൂട്ടി നോക്കുകയും ഒന്നും ചെയ്ത് കാണുന്നു. അതെ, അതാണ്. അതായത് കൃത്യമായി ഏതൊക്കെ ഇടങ്ങളിൽ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നൊന്നുമുള്ള ഒരു വിലയിരുത്തലിന് സമയമായില്ല. എങ്കിലും സ്വാഭാവികമായി എല്ലാ പാർട്ടിക്കാരും മാത്രമല്ല വസീഫ് അവസാന മണിക്കൂറുകളിൽ പോലും 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും, വോട്ട് ശതമാനം കുറഞ്ഞാലും ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട് എന്ന് വസീഫ് പ്രതികരിച്ചു. അതിനൊരു സാധ്യതയുണ്ട്. സ്ഥിരമായി തോക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു വിഷയമുണ്ട്. അവിടെ ഇടത് വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി ചെയ്യുന്ന വോട്ടുകളാണ്. അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക. അധിക വോട്ടുകൾ ലഭിക്കുമ്പോൾ ആണ് ലീഗ് കോട്ടകൾ ഇടിയുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ലീഗ് കോട്ടകൾ ലീഗ് നേതാക്കളെ കൊണ്ടിടിക്കുമോ എന്നതാണ് ഈ പറയുന്ന ആശങ്കയൊന്നും ലീഗിന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ലീഗിന് ആശങ്ക. ഞാനതല്ല പറഞ്ഞത്. സാധാരണഗതിയിൽ മലപ്പുറത്തൊക്കെ ഒരു നിശ്ചിത ശതമാനം വോട്ടുണ്ട്. അത് ഉറച്ച വോട്ടുകളാണ്. ഈ വോട്ടിനൊപ്പം ലീഗിന് അതുവരെ ചെയ്തുകൊണ്ടിരുന്ന വോട്ടുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ അവിടെ ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയൂ. ലീഗിന്റെ വോട്ടിൽ കുറവുണ്ടാകുന്നത് ഇവരെ ജയിക്കാൻ പാകത്തിന് അത്രത്തോളം കുറഞ്ഞോ ഇല്ലയോ, അത് രണ്ടാമത്തെ ജയത്തേക്കാൾ ഉപരിയായി ലീഗിന് എത്ര വോട്ട് കുറയുന്നു എന്നത് അവരുടെ നെഞ്ചെടുപ്പ് വിജയത്തിന് ശേഷവും കൂട്ടിയേക്കാം എന്നുള്ളതാണ്. റൈറ്റ്, നമുക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്താം ഇടവേളയ്ക്ക് ശേഷം. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. എന്ത് ഭംഗിയുള്ള ഉറവാ. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. റൈറ്റ്, ഇനി നമ്മൾ മധ്യ കേരളത്തിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ശരാശരിയേക്കാൾ, അതായത് സംസ്ഥാന ശരാശരിയേക്കാൾ വോട്ട് ശതമാനം കുറവായിരുന്ന മണ്ഡലം കൂടിയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. അന്ന് ശക്തമായ UDF തരംഗത്തിൽ കോട്ടയവും UDF-നോട് ഒപ്പം നിന്നു. എന്നാൽ പിന്നീട് നമുക്കറിയാം രാഷ്ട്രീയ സാഹചര്യം മാറുന്നു. ഇടതു കോട്ടയിലേക്ക് ജോസ് കെ മാണി വിഭാഗം മാറുന്നു. എന്തായാലും ഇപ്പോൾ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം അനുസരിച്ച് 65.59% പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2019 താരതമ്യം ചെയ്യുമ്പോൾ വീണ്ടും ഏതാണ്ട് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ. അവിടെ 71.62% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ജി ശ്രീജിത്തുണ്ട് വിശദമായ വിവരങ്ങളുമായി. അതെ, വൈക്കം ഇടതുമുന്നണിയുടെ പ്രദേശമാണ്. പക്ഷേ വൈക്കത്തടക്കം NDAയുടെ സ്ഥാനാർത്ഥി വന്നപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം പ്രകടിപ്പിക്കുകയും SNDPക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശം വൈക്കമാണ്. എന്തായാലും ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് ഏറ്റവും അവസാനത്തെ കണക്കുകളുമായി. ശ്രീജിത്ത്, 10% വീണ്ടും വോട്ടിംഗ് പെർസെന്റേജിൽ വരുന്ന കുറവ് എങ്ങനെയാണ് അനുഭവപ്പെടുക? രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകൾ ഈ ഘട്ടത്തിൽ, പോളിംഗ് അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ്? കോട്ടയത്തെ സംബന്ധിച്ച് ഈ ശതമാന കണക്കടക്കം വെച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള, അതായത് പ്രാദേശിക കക്ഷികൾ മാത്രം ഏറ്റുമുട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് കോട്ടയത്ത് ഇത്തവണ ഉണ്ടായത്. 2 കേരള കോൺഗ്രസുകൾ അവരുടെ ശക്തി തെളിയിക്കാൻ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ചിഹ്നമില്ലാതിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒടുവിൽ വൈകി ചിഹ്നം ലഭിക്കുകയും അങ്ങനെ മത്സരിക്കുകയും ഒക്കെ നടന്നൊരു തെരഞ്ഞെടുപ്പ്. അവരെ കളിയാക്കിയിരുന്ന കേരള
കോൺഗ്രസ് എം. അതിന് മറുപടിയായി ഈ തെരഞ്ഞെടുപ്പോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് പറയുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള പോര്. അതിനിപ്പുറം BDJS തുഷാർ വെള്ളാപ്പള്ളി SNDP യോഗത്തിന്റെ വൈസ് ചെയർമാൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നു. അതുകൊണ്ട് SNDP വോട്ടുകൾ കാര്യമായി പിടിക്കും തങ്ങൾ എന്ന് പറയുന്ന BJP ക്യാമ്പ്, NDA ക്യാമ്പ്, ഇവർക്കിടയിലുള്ള ഒരു ശക്തമായ മത്സരമായിരുന്നു. അതായത് പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പ്രചരണത്തിലുടനീളം ഈ പ്രധാന കക്ഷികൾ CPM-ഉം അല്ലെങ്കിൽ കോൺഗ്രസും BJP-യും ഒന്നുമല്ല മത്സരിക്കുന്നത് എന്നതുകൊണ്ട് ഒരു തണുപ്പൻ പ്രചരണ രീതികളൊക്കെ പലയിടത്തും കണ്ടിരുന്നു. കുട്ടിക്കലാശത്തിലടക്കം ആ ഒരു തണുപ്പ് ഉണ്ടായിരുന്നു. ഈ പോളിംഗ്, അന്തിമ പോളിംഗ്, അതായത് പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം ഉൾപ്പെടെ കണക്കെടുത്തുകൊണ്ട് അവസാനവട്ട ഒരു കണക്കുകൂട്ടലാണ്. അതേസമയം തന്നെ ചില ആശങ്കകൾ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ രാവിലെ വൈകുന്നേരവും പങ്കുവയ്ക്കുകയും ചെയ്തു. അതായത് ഈ ഇലക്ഷൻ മെഷീനിൽ ഈ സമയം വൈകി ബീപ്പ് സൗണ്ട് വന്നത് അത് മെഷീന്റെ തകരാറാണോ എന്ന ആശങ്കയുണ്ട് എന്ന് അദ്ദേഹം ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. രാവിലെ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനും സമാനമായ പരാതി പങ്കുവയ്ക്കുന്നു. എന്തായാലും ആവേശപൂർവ്വം വോട്ടർമാർ പങ്കെടുത്തു എന്നുള്ളതാണ് പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് വൈക്കത്തടക്കം തലയാഴത്തെ ബൂത്തിലടക്കം 6 മണി കഴിഞ്ഞ് ഏതാണ്ട് 7 മണി കഴിഞ്ഞും പോളിംഗ് തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും കണക്കുകൂട്ടലുകളിലാണ് ഇനി മുന്നണികൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ ആരുടെ കണക്കാണ് ശരിയാകുക എന്നുള്ളത് അറിയാൻ ഇനിയും 1 മാസത്തോളം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. എന്തായാലും അത് കോട്ടയത്തെ സംബന്ധിച്ചറിയാം, 2 മുന്നണികൾക്കപ്പുറത്തേക്ക് 2 പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ BDJS-ന് കഴിഞ്ഞ തവണ വയനാടാണ് തുഷാർ മത്സരിച്ചത്. BDJS-ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണെന്ന് ആലോചിക്കണം. SNDP-ക്ക് ഏറ്റവും ശക്തി ഉണ്ട് എന്ന് അവർ തന്നെ തീരുമാനിച്ച് ഏറ്റെടുത്ത മണ്ഡലമാണ് കോട്ടയം. അവിടെ BDJS-ന് തുഷാർ വെള്ളാപ്പള്ളിക്ക് എത്ര സീറ്റ് പിടിക്കാൻ കഴിയുന്നു എന്നത് NDA-ക്കകത്ത് BDJS-ന്റെ ശേഷിയൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അവിടെയാണ് ഈ വൈക്കം പോലുള്ള പ്രദേശങ്ങൾ ശ്രദ്ധേയമാകുന്നത്. ആ ഇടതു കോട്ടയിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നത് അത് നമുക്കിപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സൈലന്റായി നന്നായി പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹിന്ദു കാൻഡിഡേറ്റ് എന്നുള്ള ഒരു പോയിന്റ് കൂടി പറഞ്ഞാണ് BJP. എന്തായാലും 10% വോട്ട് അവിടെ കുറവ് വന്നിട്ടുണ്ട്. അത് സാഹചര്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അനുകൂലമാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഓരോ പാർട്ടികളും പങ്കുവെക്കുന്നുണ്ട്. ശ്രീജിത്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം അല്ലെ? ഇടവേള. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ എന്നാണ് ഇപ്പോൾ. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ 80% വോട്ട് പോൾ ചെയ്ത ആലപ്പുഴയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി ഒപ്പം ശോഭാ സുരേന്ദ്രനെ പോലെ ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിച്ച BJP നേതാവ് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഏക കനൽത്തരി. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ ഏതാണ്ട് എറണാകുളം വരെയുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കനത്ത പോളിംഗ് നടന്നത് ആലപ്പുഴയിലാണ്. 80%. ആലപ്പുഴ ഇത്തവണ കാര്യമായി കുറഞ്ഞിട്ടില്ല കേട്ടോ. മറ്റു മണ്ഡലങ്ങളൊക്കെ 74.1 കഴിഞ്ഞ 80.4%. ഇപ്പൊ 74.1 ചിലപ്പോൾ കുറച്ചുകൂടി കൂടിയേക്കാം. 5%, 6%-ത്തിന്റെ കുറവ് മറ്റു മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഉയർന്ന പോളിംഗ്.
പക്ഷേ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവിടെ ഉയർന്ന രാഷ്ട്രീയ ചർച്ചകൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് വോട്ടിംഗ് ശതമാനം ശ്രദ്ധിക്കപ്പെട്ട ഒരു മത്സരമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ രണ്ടാമതോ മൂന്നാമതോ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ തവണ 19 ബിജെപിയുടെ ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി. മാത്രവുമല്ല ശോഭാ സുരേന്ദ്രൻ ചുറ്റിപ്പറ്റിയായിരുന്നു ഏതാണ്ട് അവസാന ചർച്ചകൾ മുഴുവൻ. ഇന്നത്തെ വിവാദങ്ങൾ വരെ EP ജയരാജൻ വിവാദങ്ങളുടെ വരെ തുടക്കം ശോഭാ സുരേന്ദ്രനാണ് അതിന് തുടക്കം വിട്ടത്. ഒരു നേതാവ് പ്രധാനപ്പെട്ട നേതാവ് ചർച്ച നടത്തിയെന്നും വരാൻ 90% തയ്യാറായെന്നും ഒക്കെ പറഞ്ഞ് ആദ്യം വെടിപൊട്ടിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. പിന്നാലെയാണ് ആ പറഞ്ഞതിലേക്ക് ഇടതുപക്ഷത്തിന്റെ കൺവീനർക്ക് എത്തേണ്ടി വരുന്നു, അത് സമ്മതിക്കേണ്ടി വരുന്നു. ഒപ്പം മുഖ്യമന്ത്രിക്ക് തള്ളിപ്പറയേണ്ടി വരുന്നു. അതിനെ ബാലൻസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ കിരൺ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളുടെ ചർച്ചയും ഇനി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചയും അതാണ് ശോഭാ സുരേന്ദ്രൻ തിരികൊളുത്തിയത്. ഇനി പ്രധാനമായും EP ജയരാജൻ എന്ന് പറയുന്ന നേതാവിന് ഇടതുമുന്നണി കൺവീനറാണ്, മുൻ മന്ത്രിയാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരു നേതാവിന് മേൽ ഇന്ന് മുഖ്യമന്ത്രി നൽകിയ സൂചന എന്ന് പറയുന്നത് ഒരു നടപടിയിലേക്ക് പാർട്ടി പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ബലിയാടാകുമോ ഈ തെരഞ്ഞെടുപ്പിൽ? ബലിയാടാവുകയാണോ പാർട്ടി? ബലിയാട് എന്ന് പറയാൻ കഴിയില്ല. ബലിയാട് എന്ന് പറയുമ്പോൾ ചെയ്യാത്ത ഒരു തെറ്റിന് ഒരാൾ ഇപ്പിന്റെ ഫലം എന്തായാലും അത് അവിടെ രേണുക അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അതായത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രിയോളം തലയെടുപ്പുള്ള നേതാവ് എന്നാണ്. അങ്ങനെ തലയെടുപ്പുള്ള ഒരു നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ പോലെ ഒരാളുമായി ചർച്ച നടത്തിയെന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിപ്പോൾ ട്രോളുകൾ വഴി പോലും വരുന്നുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി പോകാൻ പറ്റിയ ഏറ്റവും നല്ല സൗഹൃദം ഇതായിരുന്നോ, മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഇടം ഇതായിരുന്നോ എന്ന് ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അത് രേണുവിന്റെ ഒരു കാര്യമല്ല. CPM-നെ പോലൊരു പാർട്ടിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരാൾ കേരളത്തിന്റെ ചുമതലയുള്ള ഒരു BJP പ്രഭാരിയുമായി ഏത് സാഹചര്യത്തിലായിക്കോട്ടെ ചർച്ച നടത്തുന്നെങ്കിൽ ചർച്ചയൊക്കെ ചിലപ്പോൾ നടത്തേണ്ട സാഹചര്യം വന്നൊക്കെ ചിലപ്പോൾ ഈ ചായ കുടിക്കാൻ വന്നത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ അത് പാർട്ടിയെ അറിയിക്കുകയും പാർട്ടി എന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ EP ജയരാജന് ഇപ്പോഴും പിടിച്ചേക്കാം. എന്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ പാർട്ടി അറിയിച്ചു, ഇന്ന വിവരമാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് പാർട്ടിയിൽ പറയേണ്ട കാര്യമില്ല, വരുന്ന എല്ലാവരെയും പറയേണ്ട കാര്യമില്ല. പക്ഷേ കേരളത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയല്ല, കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് തന്നെ വന്ന് കാണുമ്പോൾ അത് പാർട്ടി അറിയിക്കേണ്ട ചുമതല പ്രാഥമികമായി തന്നെ EP ജയരാജനുണ്ട്. അത് CPM-നെ പോലെ പാർട്ടി എന്തായാലും അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമല്ല കൃത്യമായ ജാഗ്രത കുറവുണ്ട് എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഔദ്യോഗികമായി പാർട്ടി പാപിയോട് കൂട്ടുകൂടിയാൽ പാപിയാകും എന്ന തരത്തിൽ ആണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടങ്ങി അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ വീണ് കിട്ടിയ വലിയ ഒരു അവസരമായിരുന്നു ഇത്. അവർ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ഉൾപ്പെടെ UDF-ന് എടുത്തലക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വോട്ടിംഗിൽ പോലും സ്വാധീനിക്കാൻ സാധ്യത. കേരളത്തിലെ BJP വിരുദ്ധ വോട്ടുകൾ LDF ആണോ UDF ആണോ ആരാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ച ചെയ്ത കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും BJP-യിലേക്ക് പോകുന്നു. BJP കോൺഗ്രസ് അവിശുദ്ധ ബന്ധമുണ്ട് എന്നതാണ് CPM ഉന്നയിച്ചുകൊണ്ടിരുന്നത്, അല്ലെ ഇടതുമുന്നണി ഉന്നയിച്ചത്. ഒരു പരിധിവരെയെങ്കിലും അതിൽ പ്രതിരോധത്തിലായി UDF-ഉം കോൺഗ്രസും പ്രതിരോധത്തിലായിരുന്നു. പക്ഷേ ഇന്ന് ഈ അവസാന നിമിഷം വന്നതോടുകൂടി UDF-ന് ഒരു കിട്ടുകയാണ്. ആടി നിൽക്കുന്ന ഏതെങ്കിലും മുസ്ലിം വോട്ടുകൾ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ വോട്ടുകൾ ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങളല്ല ഇവരാണ് ചെയ്യുന്നത്, CPM ആണ് BJP-യുമായി ചർച്ച നടത്തുന്നതൊരു തിരിച്ചടിക്കാനുള്ള വലിയൊരു അവസരം കൂടിയാണ് EP ജയരാജൻ. എന്തായാലും ഈ വിഷയം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ഉയർത്തിയത് CPM ആണ്. അവർക്ക് തന്നെ ബൂമറാങ് പോലെ അത് തിരിച്ചടിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ദിവസം കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ടയാളായി EP ജയരാജൻ എത്തുന്നു. K. സുധാകരനെ ഉൾപ്പെടെ ചൂണ്ടി CPM നടത്തിക്കൊണ്ടിരുന്ന പ്രചരണം അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന സാഹചര്യമാണ്. എന്തായാലും ഇതിൽ ഈ വിവാദം ഇവിടെ അവസാനിക്കില്ല. ഇനിയുള്ള ദിവസങ്ങളിലും അതിന്റെ തുടർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. EP ജയരാജൻ അത് തുറന്നു പറയേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെ ഒരു സ്ഥിരീകരണം ഇതിന് കൊടുക്കാൻ EP ജയരാജൻ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ EP ജയരാജന്റെ പോലത്തെ നേതാവിന് ഇന്ന് വേണമെങ്കിൽ രാവിലെ മാധ്യമങ്ങളെ കാണാതിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞ് ബൂത്തിൽ പോലും വരാതിരിക്കാം. പക്ഷേ EP ജയരാജൻ ഇന്ന് രാവിലെ വന്ന് സമ്മതിക്കണമെങ്കിൽ
അതിനപ്പുറത്തെ മറ്റെന്തോ കാര്യങ്ങൾ, അങ്ങനെ ഒരു സമ്മർദ്ദം ജയരാജന് മേലുണ്ട്. ഇത് പുറത്ത് പറയണമെന്നൊരു സമ്മർദ്ദം ജയരാജന് മേൽ ഏതോ കാരണത്താൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ കൂടിക്കാഴ്ചയേക്കാൾ വലിയ പ്രശ്നം ഇന്നത്തെ ആ തുറന്നു പറച്ചിലാണ്. അത് എന്തായാലും മുഖ്യമന്ത്രി തന്നെ അതിൽ നടപടി എന്ന കാര്യം വരുമ്പോൾ മുഖ്യമന്ത്രി അറിയാതെ ഇത് സംഭവിക്കില്ല എന്നതാണ് UDF നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്, കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. അറിയാതെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കില്ല. രേണുക, എന്തായാലും ആ വിവാദങ്ങൾക്ക് തിരികൊളുത്തപ്പെട്ട ആലപ്പുഴയിൽ നിന്നുള്ള ചിത്രവുമായാണ് ശരണ്യ ചേരുന്നത്. നമുക്ക് ശരണ്യയിലേക്ക് പോകാം. കഴിഞ്ഞ 2 മാസക്കാലമായി നീണ്ട വാശിയേറിയ പ്രചാരണം പോലെ തന്നെയായിരുന്നു ആലപ്പുഴയിലെ പോളിംഗ് സ്റ്റേഷനുകളിലെ കാലാവസ്ഥയും. കാരണം അതിരാവിലെ മുതൽ തന്നെ ആലപ്പുഴയിൽ വലിയ ചൂടായിരുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ചൂട് തിരഞ്ഞെടുപ്പ് രംഗത്തും കാണാൻ കഴിഞ്ഞു. പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് അതിരാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും കണ്ടത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉച്ചയോടെ തന്നെ 50% മുകളിൽ പോയി എന്നുള്ളതാണ്. എന്തായാലും ഈ ഒഴുക്ക്, അതായത് ജനങ്ങൾ അത്രമേൽ വോട്ട് രേഖപ്പെടുത്തിയത് വിവിധ മുന്നണികൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. സംസ്ഥാനത്ത് UDF തരംഗമാണ് എന്നുള്ളതാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ തന്റെ, അതായത് വോട്ടിംഗ് നില LDFന്റെ ഈ പോളിംഗ് ശതമാനം LDFന് ഗുണമായി മാറുമെന്നും ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ തന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നുമുള്ള ആത്മവിശ്വാസമാണ് LDF സ്ഥാനാർത്ഥി AM ആരിഫും പങ്കുവച്ചത്. എന്നാൽ വിജയപ്രതീക്ഷയാണ് ശോഭാ സുരേന്ദ്രനും പങ്കുവെക്കുന്നത്. എന്തായാലും വൈകിട്ട് 7 മണി കഴിഞ്ഞിട്ടും തീരദേശ മേഖലകളടക്കമുള്ള ബൂത്തുകളിൽ പോളിംഗ് തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അന്തിമ കണക്കുകൾ വന്നിട്ടില്ല. കഴിഞ്ഞ ടേമിലെ, അതായത് കഴിഞ്ഞ ടൈം 80% മുകളിൽ കഴിഞ്ഞ തവണ പോളിംഗ് പോയിരുന്നു. എന്തായാലും ഇത്തവണ അതിനോടടുത്ത് തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് വിവിധ മുന്നണികൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം LDFും UDFനും അപ്പുറം NDA കൃത്യമായ ഒരു ആധിപത്യം കാണിച്ച ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ NDA വോട്ടുകൾ ആർക്ക് പോകുമെന്നുള്ളത് ആണ് ഇത്തവണത്തെ ഫലം നിശ്ചയിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനടക്കം, അതായത് ബഹുഭൂരിപക്ഷം വരുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന നിയോജക മണ്ഡലങ്ങളും ഈഴവ വോട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനടക്കം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞത് ആലപ്പുഴയിലെ ഫലം പ്രവചനാതീതമാണ് എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴയിലെ ഫലം പ്രവചനാതീതം തന്നെയാണ്. എന്തായാലും 3 മുന്നണികളെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ച് കനൽ ഒരു തരി എന്നൊക്കെ കഴിഞ്ഞ തവണ പിടിച്ചു നിർത്ത മണ്ഡലം നിലനിർത്തേണ്ടത്, പ്രത്യേകിച്ച് ആലപ്പുഴ നിലനിർത്തേണ്ട അനിവാര്യമാണ്. KC വേണുഗോപാലിനെ പോലെ ദേശീയ തലത്തിലൊരു നേതാവ് വന്ന് മത്സരിച്ചിട്ട് പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ട് വർദ്ധിപ്പിക്കേണ്ടത് അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അവിടെ കിരൺ, രാജസ്ഥാനിലെ രാജ്യസഭ സീറ്റ് അത് നഷ്ടപ്പെടുമെന്ന ഒരു പ്രചാരണം KC വേണുഗോപാലിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി ഉയർത്തിയ, ഇടതുപക്ഷം ഉൾപ്പെടെ ഉയർത്തിയതാണ്. സംസ്ഥാനത്ത് ആകെ നോക്കിയാൽ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? രേണുകയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് നമുക്കുള്ള ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ എടുത്താലും നമ്മുടെ മാജിക് വാൾ സംവിധാനമുണ്ട്. ഈ മാജിക് വാൾ സംവിധാനത്തിൽ എല്ലാ കണക്കുകളും, ഓരോ മണ്ഡലത്തിലും ഓരോ പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടി, അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ ഏതാണ്, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലങ്ങൾ ഏതാണ്, ഹിന്ദു മെജോറിറ്റി മണ്ഡലങ്ങൾ ഏതാണ്, കോൺഗ്രസിന്റെയും വിവിധ പാർട്ടികളുടെ സ്ട്രോങ് ഹോൾഡുകൾ, തുടർച്ചയായി ആ പാർട്ടികൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം ഏതാണ്, പ്രധാനപ്പെട്ട നേതാക്കളുടെ സ്ട്രോങ് ഹോൾഡുകൾ, അവർക്ക് ഏതെല്ലാം സ്ഥലത്താണ് സ്വാധീനമുള്ളത്, വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളുടെ സ്വാധീനം, ഇതെല്ലാം നമ്മുടെ മാജിക് വാളിലുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഡീറ്റെയിൽസുമായി അത്ര മാജിക് വാളുമായി KP അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, എനിക്ക് തോന്നുന്നു ആദ്യം നോക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പാർട്ടികൾ ചർച്ച ചെയ്തത് ന്യൂനപക്ഷ വോട്ടുകൾ ഏത് പാർട്ടിക്ക് അനുകൂലമായി പോകുന്നു, എവിടെയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഏതെല്ലാം മണ്ഡലങ്ങളിലുള്ള പ്രചരണമാണ് സത്യത്തിൽ സംസ്ഥാനത്ത് നടന്നത് എന്ന് തന്നെ പറയാം. മറ്റ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഉറപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് അനുകൂലമാക്കാം എന്ന തരത്തിലായിരുന്നു പ്രചരണം. എന്തായാലും പ്രചരണം ആ തരത്തിലായിരുന്നു. അതിന്റെ അനാലിസിസ് ആണ് KP അഭിലാഷ് ഇനി മുതൽ തന്നു തുടങ്ങുന്നത്. അഭിലാഷ്, എങ്ങനെയാണ് ന്യൂനപക്ഷം കഴിഞ്ഞ തവണ ചിന്തിച്ചത്? UDFന്റെ വലിയ തരംഗം ഉണ്ടാകാൻ ഇടയാക്കിയ വണ്ണം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കഴിഞ്ഞ തവണ എങ്ങനെ സംഭവിച്ചു? രേണുക, കിരൺ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആധികാരികമായ ഡേറ്റ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്ന ഏക ചാനൽ ന്യൂസ് 18 തന്നെയാണ്. അതിന് കാരണം ഇന്ത്യയിൽ ഉടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ, കഴിഞ്ഞ
തെരഞ്ഞെടുപ്പിലെ ഏതാണ്ട് 2009 മുതൽ 2009, 14, 19 കാലയളവിലെ മുഴുവൻ ഡേറ്റകളും അപഗ്രഥിച്ചുകൊണ്ടുള്ള വീഡിയോ വാൾ എന്നത് മാജിക് വാൾ എന്നതാണ് നമ്മൾ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. ഒരിക്കൽ കൂടി അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അതിന് കാരണമായി പറയുന്നത് നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പൗരത്വ നിയമം അടക്കം ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിനു മുമ്പ് ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, അങ്ങനെ ന്യൂനപക്ഷ വിഷയങ്ങൾ അടക്കം സജീവമായി ചർച്ച ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് കേരളം എന്ന് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഇതിൽ ഡേറ്റകളുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം കേരളത്തിന്റെ ചിത്രമല്ല, ഇതൊരു ഇന്ത്യയുടെ പൊതുചിത്രമാണ്. അതിലേക്ക് നമ്മൾ വിശദമായി കടക്കുന്നില്ല. ഇന്ന് നടന്നത് 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പായിരുന്നു. 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങൾ വിധിയെഴുതിയെങ്കിലും നമുക്ക് ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതാകുന്നത് കേരളം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിന്റെ ഡേറ്റകളിലേക്ക് തന്നെയാണ് ആദ്യം പോകേണ്ടത്. കേരളത്തിലെ ഡേറ്റകളിൽ എടുത്തു പറയേണ്ടത്, ഇവിടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 19 സീറ്റുകൾ ആയിരുന്നു നേടാൻ സാധിച്ചത് എങ്കിൽ പിന്നീട് കോട്ടയത്തെ മണ്ഡലത്തിന്റെ പ്രത്യേകത നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് ഈ 18 എന്ന നിലയിലേക്ക് പട്ടിക എത്തുന്നത്. അതിനുശേഷം 2 സീറ്റുകൾ എന്ന നിലയിലേക്ക് ഇടതുപക്ഷവും എത്തി നിൽക്കുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അവിടെ കിരൺ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് ന്യൂനപക്ഷങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇതാ പ്രേക്ഷകരെ വീണ്ടും ഞാൻ ഈ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്നത്, ഇവിടെ ഞങ്ങൾ മാജിക് ബോളിൽ തന്നെ നൽകിയിട്ടുള്ള ഡേറ്റകളിൽ പലതരത്തിലുള്ള ഡേറ്റകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങൾ, 20% മുകളിലേക്ക് മുസ്ലിം വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ പാറ്റേണുകളിൽ ഉള്ള ഡേറ്റകൾ ആണ് ഈ മാജിക് ബോളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാവുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം മുസ്ലിം വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങൾ ഏത് എന്നതാണ്. അത് പ്രധാനപ്പെട്ടതായി ഇതാ വീണ്ടും പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു 4 മണ്ഡലങ്ങൾ ആണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങൾ. ആ 4 മണ്ഡലങ്ങൾ ഏതൊക്കെ എന്നത് വ്യക്തമാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം എപ്പോഴും കേരളത്തിൽ ലീഗിന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പൊന്നാനിയും മലപ്പുറവും തന്നെയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നീട് കോഴിക്കോടും അതിനോടൊപ്പം തന്നെ വയനാടും, ഇങ്ങനെ 4 മണ്ഡലങ്ങൾ ആണ് കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിന് ഏറ്റവും അധികം വോട്ട് സ്വാധീനം ഉള്ള മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിച്ചിരുന്നു എന്നത് നമുക്കറിയാം. അവിടെ മലപ്പുറത്തും പൊന്നാനിയിലും വളരെ കൃത്യമായി ലീഗിന്റെ കോട്ടയായി തന്നെ നിലനിന്നിരുന്ന സാഹചര്യമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വരവ് കൂടി ഉണ്ടായ തെരഞ്ഞെടുപ്പായിരുന്നു. അങ്ങനെ വയനാട്, കോഴിക്കോട് മണ്ഡലങ്ങൾ ഉൾപ്പെടെ UDF-നൊപ്പം നിൽക്കുമ്പോൾ എടുത്തു പറയേണ്ടത് മുസ്ലിം ഭൂരിപക്ഷം ഉള്ള, അല്ലെങ്കിൽ മുസ്ലിം സ്വാധീനം, ഭൂരിപക്ഷം എന്ന് ടെക്നിക്കലി നമുക്ക് പറയാൻ സാധിക്കില്ല, മുസ്ലിം സ്വാധീനം ഏറ്റവും കൂടുതലുള്ള 4 ലോക്സഭാ മണ്ഡലങ്ങളും 2019 UDF-നൊപ്പമായിരുന്നു എന്ന് മാത്രവുമല്ല 54% വോട്ട് ഈ മണ്ഡലങ്ങളിൽ നിന്ന് UDF-ന് നേടാനും സാധിച്ചു എന്നുള്ളതാണ്. അതായത് പകുതിയിൽ കൂടുതൽ കൃത്യമായ മെജോറിറ്റി നേടാൻ സാധിച്ചപ്പോൾ LDF-ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിം സ്വാധീന മേഖലയിൽ സാധിച്ചില്ല എന്ന് വേണം അനുമാനിക്കാൻ. അവിടെ NDA 10% വോട്ട് നേടി എന്നതും എടുത്തു പറയേണ്ടതാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം നമുക്കറിയാം. മുസ്ലിം വിഭാഗങ്ങൾക്ക് മേൽക്കൈ എന്ന് പറയുമ്പോൾ പോലും അത് പലപ്പോഴും മലപ്പുറവും പൊന്നാനിയുമാണ് 50% അടുത്തെങ്കിലും ഉള്ളത്. മറ്റു മണ്ഡലങ്ങളിൽ അതിൽ ഒക്കെ താഴെയാണ് എന്നതുകൊണ്ട് തന്നെ മറ്റു മതവിഭാഗങ്ങൾക്കും സ്വാധീനമുള്ള പ്രദേശമാണ്. ഇതാണ് കിരൺ, അതോടൊപ്പം രേണുക നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ 4 മണ്ഡലങ്ങൾ പ്രധാനമായും ചിന്തിച്ചത് ഈ തരത്തിൽ UDF-ന് അനുകൂലമായിട്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം മറ്റൊരു ഡേറ്റയിലേക്ക് കൂടി വളരെ പെട്ടെന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ, ആ മേഖലകളിൽ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നതുകൂടി ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കൊള്ളാം. തീർച്ചയായും ഈ വ്യത്യാസം, ഈ 54-23 എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതു വ്യത്യാസങ്ങൾ വലിയ വ്യത്യാസമാണ്. വളരെ പെട്ടെന്ന് ഞാൻ ആ ക്രിസ്ത്യൻ മേഖലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡേറ്റ കൂടി വളരെ പെട്ടെന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, മുസ്ലിം മതവിഭാഗങ്ങൾക്ക് 20%-ലധികം. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് സ്വാഭാവികമായും ജാതി സെൻസസ് എന്നത് വളരെ കൃത്യമായി നടന്നിട്ടില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഡേറ്റ എന്നത് അത്രമേൽ ഷാർപ്പാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും 20%-ലധികം മുസ്ലിം വോട്ടർമാർ ഉള്ള 9 മണ്ഡലങ്ങൾ ആണ് കേരളത്തിൽ ഉള്ളത്. ആ 9 മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ ചിന്തിച്ചത്, പ്രവർത്തിച്ചത് UDF-ന് ഒപ്പമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ 47% വോട്ട്
ഈ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. LDF 34% വോട്ട് മാത്രമാണ് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഇവിടെയാണ് ഇത്തരത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് അടക്കം വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ വോട്ട് കുറഞ്ഞിരിക്കുന്നു. അതായത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഈ ഗ്രാഫ് കൂടി കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് മലബാർ മേഖലയാണ്. ഈ മലബാർ മേഖലയിലാണ് സ്വാഭാവികമായും മുസ്ലിം വോട്ടുകൾ അധികമായി ഉള്ളത്. അങ്ങനെയുള്ള ഈ മലബാർ മേഖലയിലാണ് കിരൺ ഇത്തവണ വോട്ട് കുറഞ്ഞിട്ടുള്ളത് എന്നത് അത് ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും എന്നത് തന്നെയാണ് ഇനി അതായത് ജൂൺ 4 എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒപ്പം കിരൺ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്നത് മുസ്ലിം മതവിഭാഗങ്ങൾക്ക് ഉള്ള പ്രാതിനിധ്യം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഉള്ള മേൽക്കൈയെ സംബന്ധിച്ചാണ്. ഇതാ ഇപ്പോൾ ഈ മാജിക് ബാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഡേറ്റകളിൽ ഒന്ന് 20%, അതായത് കേരളത്തിലെ ആകെ വോട്ടർമാരിൽ 20% മുകളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ച കണക്കാണ്. ആ കണക്കിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സ്വാഭാവികമായും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ക്രിസ്ത്യൻ വോട്ടർമാർക്ക് സ്വാധീന ശക്തിയുണ്ട്, സംഘടിതമായ സ്വഭാവമുണ്ട്. ഇത്തവണയും നിരവധി സഭാ അധ്യക്ഷന്മാർ അടക്കം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വ്യക്തമാക്കിയതാണ്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ഉള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ വയനാട് വരെയുള്ള മണ്ഡലങ്ങളിൽ 8 ലോക്സഭാ സീറ്റുകളിൽ ആണ് 20 അതിന് മുകളിലേക്കോ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മേൽക്കൈ ഉള്ള സീറ്റുകൾ എന്നത്. ആകെയുള്ളത് 9 സീറ്റുകൾ. കേരളത്തിലെ 9 സീറ്റുകളിൽ 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20%-ലധികം ക്രിസ്ത്യൻ വോട്ടർമാർ സ്വാധീന ശക്തിയായിട്ടുള്ള മണ്ഡലങ്ങളാണ്. അതിൽ 8 മണ്ഡലങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായിരുന്നു എന്ന് മാത്രവുമല്ല, അതിൽ 42% വോട്ട് പോക്കറ്റിലാക്കാൻ UDF സാധിച്ചിരുന്നു. ചെറിയൊരു ഈ 8 അല്ല, യഥാർത്ഥത്തിൽ 9 ആണ്. ഈ 1 LDF എന്നത് പിന്നീട് കോട്ടയം മാറിയപ്പോഴുള്ളതാണ്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ 9 ഒരേ പാറ്റേണിൽ നമുക്ക് ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷേ അതിനുശേഷം ജോസ് കെ മാണി വിഭാഗം കൂറുമാറിയപ്പോഴാണ് ഇവിടെ കോട്ടയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടായത്. അങ്ങനെ പൊതുവെ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ മണ്ഡലങ്ങളും തന്നെ UDF ഒപ്പം നിന്നു. പക്ഷേ ഇത്തവണ നമുക്ക് ആ രീതിയിൽ അനുമാനിക്കാൻ സാധിക്കില്ല. 2024 എത്തുമ്പോൾ കോട്ടയത്തെ മാറ്റി നിർത്തേണ്ടി വരുന്നു. ആ കോട്ടയം ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ കിരൺ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഈ വോട്ട് കണക്കുകൾ എന്നതാണ്, ഈ വോട്ട് ശതമാനം എന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 42% ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗവും നമുക്ക് കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിലേക്ക് വരും. നേരത്തെ നമ്മൾ കണ്ടതാണ് മുസ്ലിം മെജോറിറ്റിയുടെ കണക്കുകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ 2-9 ആണ്. മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള 9 സീറ്റുകൾ, ക്രിസ്ത്യൻ സമുദായത്തിന് സ്വാധീനമുള്ള 9 സീറ്റുകൾ. എന്തുകൊണ്ട് സംസ്ഥാനത്ത് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചു പ്രചരണം നടന്നു പ്രധാനമായും എന്നതിന്റെ ഉത്തരമാണ് KP അഭിലാഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. വീണ്ടും സ്വാഗതം. നമുക്കൊന്ന് തൃശ്ശൂരിലേക്ക് പോകണം. അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ ഏറ്റവും ഈ പറഞ്ഞ നേരത്തെ വടകര പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചർച്ചയായ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് സ്ഥാനാർത്ഥിയൊക്കെ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ വാർത്തകൾ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. കൂടുതൽ അവരുടെ അവർക്കൊരു സീറ്റ് നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ അവിടെ 71
7% ഇതുവരെയുള്ള വിവരമനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ്. കഴിഞ്ഞ തവണ 78% ഏതാണ്ട് 7% കുറവ്. അവിടെ 2014 അപേക്ഷിച്ച് 19 സുരേഷ് ഗോപി 17% വോട്ട് ഷെയർ കൂട്ടിയത്. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു 10% കൂടി വോട്ട് വേണം. അവിടെയാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്കുമ്പോൾ തന്നെ ഏകദേശം 1.25 ലക്ഷം വോട്ടിന് പിന്നിലാണ്. ഇത് മറികടന്ന് മുന്നിലെത്തിയെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയുകയും ആ സ്ഥാനത്ത് സുരേഷ് ഗോപിക്ക് ലഭിക്കുകയും കരുത്തരായ 2 സ്ഥാനാർത്ഥികൾ. അവിടെ 7% ആകെ വോട്ടിൽ കുറവും വന്നിരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് തിരയാം. എന്തുകൊണ്ടാണ് തൃശ്ശൂരിലടക്കം വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത് എന്നത് പരിശോധിക്കാം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒടുവിലത്തെ കണക്കുകൾ വരുമ്പോൾ അത് 70% കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതിൽ കൂടുതലിലേക്ക് വന്നേക്കാം. കാരണം ഓരോ ഇടത്തെയും തന്നെ കൃത്യമായ ഒരു പോളിംഗ് വിവരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു 77.86% എന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ ഉണ്ടാക്കിയ ഒരു പോളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. അവിടേക്ക് തന്നെ എത്തിച്ചേരുമെന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലുള്ളത്. ഈ രീതിയിൽ മറ്റു ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ 67.87, അതോടൊപ്പം തന്നെ മണലൂരിൽ 69.10, ഒല്ലൂരിൽ 71.35, തൃശ്ശൂരിൽ 68.03, നാട്ടികയിൽ 69.9, ഇരിങ്ങാലക്കുടയിൽ 70.83. പുതുക്കാട് കഴിഞ്ഞ വർഷം പുതുക്കാട് വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. പുതുക്കാട് ഒടുവിലെ വിവരം കിട്ടുമ്പോൾ 73.39. 1281 ബൂത്തുകളിൽ ഏതാണ്ട് പകുതിയോളം ബൂത്തുകളിലെ ഒരു പോളിംഗ് ശതമാനം അതിൽ പ്രകാരമുള്ള ഒരു ലഭ്യമായ ഒരു കണക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ തന്നെ മാറ്റങ്ങൾ വന്നേക്കാം, വരും മണിക്കൂറിൽ മാറ്റങ്ങൾ വന്നേക്കാം. വലിയ മറ്റിടങ്ങളിൽ തൃശ്ശൂരിൽ കുറച്ചിടങ്ങളിൽ മാത്രമാണ് വലിയൊരു ക്യൂ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഉയരുന്ന പോളിംഗ് ശതമാനം ആർക്ക് തുണയാകുമെന്നതിനെക്കുറിച്ച് കൂട്ടലും കിഴക്കലും മുന്നണികൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വോട്ട് ചേർത്തു എന്നൊരു പരാതി BJPക്കെതിരെ UDFും LDFും തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ് തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് ആർക്കായിരിക്കും അതിൻ്റെ ഒരു ഗുണം എന്നതാണ് ഇനി അറിയേണ്ടത്. അതിൽ എല്ലാവർക്കും തന്നെ ഒരുപോലെ പ്രതീക്ഷ നൽകുന്നു എന്നത് തന്നെയാണ്. കാരണം ഇതിൽ കൂടുതലും BJP NDAയിലൂടെ സുരേഷ് ഗോപിയിലൂടെ മണ്ഡലത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നൊരു ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കെ മുരളീധരനിലൂടെ മണ്ഡലത്തിൽ വലിയൊരു തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അവിടെ കിരൺ, ഏറ്റവും ഒടുവിൽ വോട്ടെടുപ്പിന് ശേഷം പത്മജയ്ക്ക് കെ മുരളീധരൻ മറുപടി നൽകിയിട്ടുണ്ട്. പത്മജ കള്ളനാണയങ്ങളെ ദൈവത്തിനറിയാം, ദൈവത്തിനെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല, തൃശ്ശൂരിൽ UDF വിജയം ഉറപ്പ് എന്നതാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദൈവം കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞാലും ജനമാണ് വോട്ട് ചെയ്തത്. വോട്ടിങ്ങിന്റെ പാറ്റേൺ കൂടി പ്രത്യേകിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ച് BJP ഒരു മണ്ഡലത്തിൽ മാത്രമാണ് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് കേരളത്തിൽ വരാൻ സാധിച്ചിട്ടുള്ളത്. അത് തിരുവനന്തപുരത്ത് മാത്രമാണ്. പക്ഷേ തുടക്കം മുതൽ തന്നെ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മണ്ഡലമാണ് തൃശ്ശൂർ. കാരണം തൃശ്ശൂരിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി കഴിഞ്ഞു. അങ്ങനെയാണ് A ക്ലാസ് മണ്ഡലത്തിലേക്ക് വരുന്നത്. നമുക്ക് BJP 6 മണ്ഡലങ്ങളാണ് A ക്ലാസ് മണ്ഡലങ്ങളായി നിശ്ചയിച്ചത്. ആ 6 മണ്ഡലങ്ങൾ ഏതെല്ലാമാണ്? ആ മണ്ഡലങ്ങൾ ഒരൊറ്റ കാര്യം കൂടി, VS സുനിൽകുമാറിന്റെ ഒരു പ്രതികരണം കൂടി. മണിപ്പൂരിലെ കണ്ണൂരിന് സ്വർണ്ണ കിരീടം പകരമാവില്ല എന്നതാണ് സുനിൽകുമാർ വോട്ടെടുപ്പിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. BJP കാണിക്കുന്നത് മലീമസമായ എല്ലാം ജനം തിരിച്ചറിയും. കോൺഗ്രസിന് സമനില തെറ്റിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. വലിയ ആത്മവിശ്വാസം ഇടത് സ്ഥാനാർത്ഥി ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയും അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രതികരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്താണ് തൃശ്ശൂരിൽ ഉൾപ്പെടെ സംഭവിക്കാൻ പോകുന്നത്? BJPയുടെ സ്ട്രോങ് ഹോൾഡ്സ് ആയ 6 മണ്ഡലങ്ങൾ, അവർ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് 6 മണ്ഡലങ്ങളെയാണ് കണ്ടത്. ഈ 6 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും BJP ആയാലും RSSന്റെ പ്രവർത്തകരായും എല്ലാം ആ തരത്തിൽ വർക്ക് നടത്തിയത്. അതോടൊപ്പം തന്നെ കൂടുതൽ പണം ചെലവഴിച്ചതും ഈ 6 മണ്ഡലങ്ങളിലായിരുന്നു. ഏതെല്ലാമാണ് ആ 6 മണ്ഡലങ്ങൾ, അവിടെ എങ്ങനെയായിരുന്നു വോട്ടിംഗ് പാറ്റേൺ, ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടത്. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ ജയിക്കുമെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ തവണ എത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടി എത്ര വോട്ട് കൂടി കിട്ടിയാലാണ് ജയിക്കുന്നത്, ഈ കണക്കുകൂടി അറിയുമ്പോഴാണ് കൂടുതൽ വ്യക്തതയാവുന്നത്. പിന്നിലെ ആത്മവിശ്വാസം എന്നുള്ള ആ കണക്കുകൾ കൂടുതൽ വ്യക്തമായി അറിയാൻ വേണ്ടി KP അഭിലാഷ് മാജിക് വാളുമായി ചേരുന്നുണ്ട്. അഭിലാഷ്, എങ്ങനെയാണ് ഈ സ്ട്രോങ് ഹോൾസിലെ കഴിഞ്ഞ തവണ BJPയുടെ ഒരു പ്രകടനം എങ്ങനെയായിരുന്നു?
തീർച്ചയായും നമ്മൾ തൃശ്ശൂരിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തൃശ്ശൂർ എടുക്കും എന്ന് ആവർത്തിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. പക്ഷേ തൃശ്ശൂർ ആർക്ക് കൊടുക്കണം എന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞ ഘട്ടത്തിൽ ആണ് നമ്മൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഫോക്കസ് ചെയ്യുന്ന, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഫോക്കസ് ചെയ്യുന്ന മണ്ഡലങ്ങൾ, അതിൽ കിരൺ നേരത്തെ സൂചിപ്പിച്ചു 6 മണ്ഡലങ്ങൾ എന്നുള്ളതാണ് എന്ന്. അതിലേക്ക് ഒരു മണ്ഡലം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതായി കൂടി വരുന്നുണ്ട് കിരൺ. കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നു അത് പിന്നീട് A ക്ലാസ് മണ്ഡലമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന്. അവിടെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, കേരളത്തിന്റെ മാപ്പ് ആണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അതിലെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ UDFന്റെയും അതോടൊപ്പം തന്നെ LDFന്റെയും വിജയിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങൾ ആണ് ഇത്. എങ്കിൽ തന്നെയും ഈ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്നതാണ് തിരുവനന്തപുരം. അവിടെ ശശി തരൂര്, പന്ന്യൻ രവീന്ദ്രൻ, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ, അങ്ങനെ കേന്ദ്രമന്ത്രിയെ അടക്കം ഇറക്കിക്കൊണ്ട് ഇത്തവണ തിരുവനന്തപുരത്ത് വിജയക്കൊടി പാറിക്കുവാനുള്ള അശ്രാന്ത പരിശ്രമം ആണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന് തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അത് ആറ്റിങ്ങലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പലപ്പോഴും തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങൾ വലിയ ചർച്ചയായിരുന്നു. കാരണം അവിടെ 2,80,000-ലധികം വോട്ടുകൾ സുരേഷ് ഗോപി നേടിയെങ്കിൽ അത്രമേൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് 2,40,000 വോട്ടായിരുന്നു. ആ അംഗബലം അല്ലെങ്കിൽ ആ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തവണ കേന്ദ്രമന്ത്രിയെ കളത്തിലിറക്കാൻ തീരുമാനിക്കും. അങ്ങനെ V മുരളീധരന് നേരത്തെ തന്നെ ഏതാണ്ട് ആറ്റിങ്ങൽ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ കൃത്യമായി ആറ്റിങ്ങലിൽ ഇത്തവണ ഫോക്കസ് ചെയ്യുന്നു BJP എന്നുള്ളതാണ്. മറ്റൊന്ന് സംശയം വേണ്ട, നമുക്കറിയാം പത്തനംതിട്ട എന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ആണ് പത്തനംതിട്ട. അവിടേക്ക് അനിൽ ആന്റണിയെ കൂടി എത്തിച്ചുകൊണ്ട് വലിയ വോട്ടു സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കും എന്നതാണ് BJPയുടെ പ്രതീക്ഷ. ഒപ്പം എടുത്തു പറയേണ്ടത് തീരദേശ മണ്ഡലം കൂടിയായ ആലപ്പുഴയാണ്. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് പോരാട്ടത്തിന് എത്തുമ്പോൾ തീർച്ചയായും വോട്ട് വിഹിതത്തിൽ കാര്യമായ വർധനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്ന് ഞങ്ങളുടെ അവിടുത്തെ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജൻ പലപ്പോഴായി സൂചിപ്പിക്കുകയും ചെയ്തു. SNDP ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുന്ന സൂചനകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് BJPയുടെ പ്രതീക്ഷകൾ നിലനിർത്താൻ ഒരു പക്ഷേ സാധിക്കാവുന്ന മണ്ഡലമാണ്. സംശയം വേണ്ട, മറ്റ് 2 മണ്ഡലങ്ങൾ എന്നത് തൃശ്ശൂരും ആലത്തൂരുമാണ്. അവിടെ തൃശ്ശൂരിനെ കുറിച്ച് ആവർത്തിക്കേണ്ടതില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സുരേഷ് ഗോപിയാകും സ്ഥാനാർത്ഥി എന്നത് ഉറപ്പിച്ചതാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലടക്കം സുരേഷ് ഗോപിയെ മാത്രം പങ്കെടുപ്പിച്ചതിൽ നിന്ന് തന്നെ ആ പ്രഖ്യാപനം അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആലത്തൂർ എന്ന മണ്ഡലത്തിലേക്ക് പ്രൊഫസർ സരസു എത്തുമ്പോഴാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ ഉണ്ടാകുന്നത്. അത് സംവരണ മണ്ഡലമാണ് എന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു നേതാവ് അവിടെ എത്തുകയാണ് എങ്കിൽ ഒരു പക്ഷേ ആളുകൾ കൂടുതൽ മാറി ചിന്തിക്കും എന്ന ഒരു പ്രതീക്ഷ. മാത്രവുമല്ല വനിതകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഇടം നൽകിയിട്ടുള്ളതും BJPയും NDAയുമാണ് എന്ന് പറയേണ്ടി വരുന്നു. BDJSന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ നോക്കുമ്പോൾ മറ്റ് 2 മുന്നണികളെ അപേക്ഷിച്ച് കൂടുതലുണ്ട്. മറ്റൊന്ന് വയനാട് തന്നെയാണ്. വയനാട് എന്നത് മണ്ഡലത്തിന്റെ കാര്യത്തിൽ BJP ഫോക്കസ് ചെയ്യുമ്പോഴും എടുത്തു പറയേണ്ടത് അവിടെ വലിയ വോട്ടു സ്വാധീനമില്ല എന്നത് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല കഴിഞ്ഞ തവണ BDJS മത്സരിച്ച മണ്ഡലമാണ്. അവിടേക്ക് പക്ഷേ K സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ എത്തിക്കുമ്പോൾ BJP ലക്ഷ്യം വെക്കുന്നത് ദേശീയ തലത്തിൽ ഞങ്ങൾ കൃത്യമായ ഫൈറ്റ് നൽകുന്നുണ്ട് കോൺഗ്രസിന് എതിരെ എന്ന രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ വയനാട് മത്സരിപ്പിക്കുന്നു. ഒരു ഡേറ്റ കൂടി കിരൺ ഞാൻ വളരെ പെട്ടെന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതായത് ഇപ്പോൾ BJP ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ 7 ലോക്സഭാ മണ്ഡലങ്ങൾ അതിലൊന്ന് നിലവിൽ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ LDF ആണ്. മറ്റ് 6 മണ്ഡലങ്ങളും നിലവിൽ UDFന്റെ കൈകളിലാണ് എന്ന് മാത്രവുമല്ല അവിടെ 44, 32 എന്നിങ്ങനെയുള്ള വോട്ടിംഗ് പാറ്റേണിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു ശതമാനമാണ്. 44ഉം 32ഉം ഏതാണ്ട് 76% എതിരാളികളുടെ കയ്യിൽ ആണ് വോട്ട് വിഹിതം എന്നതാണ് പ്രധാനപ്പെട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ, അതായത് BJP ഫോക്കസ് ചെയ്യുന്ന 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ കേവലം 20% വോട്ട് മാത്രമാണ് BJPക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ ഈ വോട്ട് ശതമാനം എത്രത്തോളം ഉയർത്താൻ BJPക്ക് സാധിക്കുന്നു എന്നതടക്കമുള്ളവയാണ് പ്രധാനപ്പെട്ടതാവുന്ന ഈ മണ്ഡലങ്ങളിൽ. 15% വരുമ്പോഴാണ് ഈ A ക്ലാസ് മണ്ഡലങ്ങളിൽ 20%, ഏതാണ്ട് 5% വ്യത്യാസം മാത്രമാണ് അവരുടെ A ക്ലാസ്
മണ്ഡലങ്ങളുടെ കാര്യത്തിൽ അവർക്ക് അവകാശപ്പെടാനുള്ള ഇതിൽ തന്നെ ഈ എ ക്ലാസ് മണ്ഡലം അവർ എ ക്ലാസ് മണ്ഡലം തിരിക്കുന്നതിന് വോട്ടിംഗ് ശതമാനം മാത്രമല്ല ഇപ്പൊ സുരേന്ദ്രൻ മത്സരിക്കുന്ന അങ്ങനത്തെ പ്രാധാന്യം കൂടി ആ വയനാട് ഒഴിച്ചാൽ വയനാട് കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷത്തിൽ താഴെ വോട്ട് മാത്രം ലഭിച്ച മണ്ഡലമാണ്. ആ വയനാട് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവിക വയനാടും അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ കഴിയുന്ന ചില മണ്ഡലങ്ങൾ ആലത്തൂർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആലത്തൂരും വയനാടും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ സ്വാഭാവികമായും ചിലപ്പോൾ 20% എന്നുള്ളത് കുറെ കൂടി മുന്നേക്ക് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്നാൽ തിരുവനന്തപുരവും തൃശ്ശൂരും പത്തനംതിട്ടയും ഒക്കെ പത്തനംതിട്ട ആയാലും ആറ്റിങ്ങിലായാലും കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ 20-30 ഇടയ്ക്ക് ഡബിൾ ഡിജിറ്റിൽ അപ്പോഴും എത്തുന്നില്ല. ഡബിൾ ഡിജിറ്റിൽ എത്തില്ല എന്നുള്ളത് എല്ലാവർക്കും BJP പ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അതിലേക്ക് ചർച്ച ചെയ്യേണ്ട എനിക്ക് തോന്നുന്നില്ല. ഒരു വിശാലമായ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞതുപോലെ പറഞ്ഞു എന്ന് അതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യാൻ എന്തായാലും തൽക്കാലം കേരളത്തിൽ നിർവാഹമില്ല. തുടരാമെന്ന് തോന്നുന്നു. തീർച്ചയായും ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് എന്നത് കിരൺ സൂചിപ്പിച്ചത് തന്നെയാണ്. നമ്മൾ ഈ 5-7 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ വോട്ട് സ്വാധീനം മാത്രമല്ല ആര് മത്സരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. അവിടെ രേണുക സൂചിപ്പിച്ചത് ഇതിൽ ഈ 20% എന്ന വോട്ടിംഗ് ശതമാനം എത്രത്തോളം കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ രേണുക ഇതിൽ എടുത്തു പറയേണ്ടത് തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ള വോട്ട് വിഹിതം എന്നത് നമുക്കറിയാം. അവിടെ സുരേഷ് ഗോപി വലിയ തോതിൽ വോട്ട് ശതമാനം ഉയർത്തിയിരുന്നു. ശോഭാ സുരേന്ദ്രൻ വോട്ട് ശതമാനം ഉയർത്തിയ മണ്ഡലം ഉണ്ടായിരുന്നു, ആറ്റിങ്ങൽ മണ്ഡലമുണ്ട്. ഇങ്ങനെ 2-3 അതോടൊപ്പം തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ 3ാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറയുമ്പോഴും വലിയ തോതിൽ വോട്ട് വർധനവ് ഉണ്ടായിരുന്നു. അതേസമയം ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങൾ മറ്റു മണ്ഡലങ്ങൾ ആലത്തൂർ പോലെയുള്ള മണ്ഡലങ്ങൾ ഒന്നും തന്നെ കാര്യമായ വയനാട്ടിലടക്കം കാര്യമായ പുരോഗതിയില്ല. അപ്പോൾ ഈ 3 മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കിരൺ സൂചിപ്പിച്ചതുപോലെ 20% എന്നത് 25%. തിരുവനന്തപുരം വലിയ മുന്നേറ്റം നടത്തിയ അപ്പോൾ 4 മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 20% എന്നുള്ളതിൽ വലിയ മാറ്റമുണ്ടാകും. ഏതാണ്ട് 24-25% അവരുടെ സ്ട്രോങ് ഹോൾഡ്, അതായത് അവർക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങളിൽ ആ നിലയിലേക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കിരൺ, എന്തായാലും അതൊരു കൃത്യമായൊരു ചിത്രം കൂടിയാണ്. BJP എങ്ങനെയാണ് ഈ മണ്ഡലങ്ങളെ എ ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്നത്, എന്തുകൊണ്ടാണ് BJPക്ക് വിജയസാധ്യത എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് മാത്രമാണ് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞത്. പക്ഷേ ഈ പറയുന്നത് പോലെ ആറ്റിങ്ങലായാലും തൃശ്ശൂരായാലും പത്തനംതിട്ട ആയാലും എല്ലാം BJPക്ക് അവരുടെ വോട്ട് ഷെയറിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തവണ അതിശക്തമായ പ്രവർത്തനം നടത്തിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരവും തൃശ്ശൂരും തന്നെയായിരുന്നു അവരുടെ അവസാന നിമിഷം വരെയുള്ള പ്രവർത്തനം. തൃശ്ശൂരിലാണെങ്കിൽ പരസ്യമായ ഒരു പ്രവർത്തനം ആയിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. പരസ്യമായ പ്രവർത്തനത്തിനൊപ്പം തന്നെ അടിത്തട്ടിലുള്ള ഒരു വലിയ പ്രവർത്തനം കൂടി, പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളുടെ RSSന്റെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള ഒരു പ്രവർത്തനം കൂടി അതിശക്തമായി തന്നെ നടന്നു. തൃശ്ശൂരിനേക്കാൾ ഒരുപക്ഷെ കുറെ കൂടി കൂടുതൽ നടന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. അങ്ങനെ ഈ 2 മണ്ഡലങ്ങൾ ഒപ്പം തന്നെ ഈ മറ്റ് 6 മണ്ഡലങ്ങളിലും എ ക്ലാസ് മണ്ഡലങ്ങളാകുമ്പോൾ ജയിച്ചില്ലെങ്കിൽ 2ാം സ്ഥാനത്തെങ്കിലും എത്തും, അല്ലെങ്കിൽ 3ാം സ്ഥാനത്തെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ 3 ലക്ഷം വോട്ട് മാർക്ക് കടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് BJP പ്രവർത്തിച്ചത്. അത് ഇനി എത്ര വിജയം കണ്ടു എന്നുള്ളത് വോട്ടെണ്ണുമ്പോഴാണ് കാണാൻ കഴിയും. പിന്നീട് മാത്രമേ മനസ്സിലാകാൻ കഴിയുള്ളൂ. നമുക്കൊന്ന് വയനാട്ടിലൂടെ പോകണം. കഴിഞ്ഞ തവണ രാഹുൽ കേരളത്തിൽ മത്സരിക്കാൻ വന്നു എന്നത് UDFന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ വളരെ നിർണായകമായിരുന്നു. പക്ഷേ രാഹുൽ വീണ്ടും എത്തുമ്പോൾ അത്തരം ഒരു മെച്ചം UDFനെ സംബന്ധിച്ച് കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന പോളിംഗ് പെർസെൻറ്റേജുകൾ സൂചിപ്പിക്കുന്നത്. വയനാട്ടിൽ പോലും ഏതാണ്ട് 7% വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വരുമ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? രാഹുൽ ഇത്തവണ വളരെ ചുരുങ്ങിയ സമയം മാത്രം ചെലവഴിച്ച ഇടമാണ്. ആദ്യ തവണത്തെ ആവേശം ഒരിക്കലും 2ാം തവണ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രയാസമാണ്. കഴിഞ്ഞ തവണ ആദ്യമായി രാഹുൽ ഗാന്ധി കേരളത്തിൽ അത്ഭുതത്തോടു കൂടിയാണ് മലയാളികൾ കേട്ടത്. രാഹുൽ ഗാന്ധി വരുന്നു, അപ്പോൾ അവരുടെ ഒരു ബദൽ മുന്നണി വരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായിരുന്നു. 4 ലക്ഷമാക്കും അത് എന്ന അവകാശവാദമൊക്കെ UDF ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും രാഹുലിന്റെ 2ാം വരവ് ആ തരത്തിൽ ഒരു മാറ്റം സംസ്ഥാനത്ത് അല്ലെങ്കിൽ ആദ്യ തവണത്തേതിന് സമാനമായ ഒരു ചലനം സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. വയനാട്ടിൽ നിന്നുമുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ഡാൻ കുര്യൻ.
ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ മുതൽ കനത്ത പോളിംഗാണ് നടന്നത്. വലിയ തരത്തിൽ സ്ത്രീകളും അടക്കമുള്ള പ്രായമായവരും ഉൾപ്പെടെയുള്ള വോട്ടർമാർ രാവിലെ 7 മണി മുതൽ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട ക്യൂവായി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കൽപ്പറ്റ ടൗണിൽ അടക്കം കാണാൻ കഴിഞ്ഞിരുന്നത്. സമാനമായ തരത്തിൽ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉള്ള പോളിംഗ് ബൂത്തുകളിലടക്കം വലിയ തരത്തിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. 2019 80.37% ആളുകളായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ 14,64,472 എന്ന നമ്പറിലേക്ക് വോട്ടർമാരുടെ എണ്ണം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെയായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. അത്തരത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള കനത്ത പോളിംഗ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും അനുഭവപ്പെട്ടതായുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നതും 6 മണിക്ക് ശേഷവും പലയിടങ്ങളിലും വോട്ടർമാർ നീണ്ട ക്യൂവിൽ നിൽക്കുന്ന കാഴ്ച സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും അതോടൊപ്പം കൽപ്പറ്റയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് പടിഞ്ഞാറത്തറയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഈ പോളിംഗ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് എന്ന തരത്തിലുള്ള പരാതിയൊക്കെ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേഗം തന്നെ വോട്ടിംഗ് നടപടികൾ പൂർത്തിയാക്കി മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. എന്തായാലും സമാധാനപരമായി തന്നെ പോളിംഗ് അവസാന മണിക്കൂറിലും അത് പൂർത്തിയാകുന്ന സമയത്തും സമാധാനപരമായി തന്നെയാണ് പോളിംഗ് നടന്നത് എന്ന ഒരു വലിയ ആശ്വാസത്തിലാണ് അധികൃതർ. കാരണം മാവോയിസ്റ്റ് ഭീഷണികൾ ഉൾപ്പെടെയുള്ള പല പോളിംഗ് ബൂത്തുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ സായുധ സംഘത്തിന്റെ കാവലിലായിരുന്നു വോട്ടിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. സുൽത്താൻ ബത്തേരിയിലടക്കം ഇത്തരം മണ്ഡലങ്ങളിൽ തമിഴ്നാട് പോലീസിന്റെ ഉൾപ്പെടെയുള്ള സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി രാഹുൽ ഗാന്ധിക്ക് ബദലായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരനെ തന്നെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലൂടെ ദേശീയ തലത്തിൽ വലിയ തരത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലേക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണവും അതോടൊപ്പം നടന്ന വോട്ടിംഗും മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജൂൺ 4 വരെയുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. വയനാട് ആകാംക്ഷ ഏറ്റുന്ന സാഹചര്യമുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച 4,30,000 എന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയർത്തുമെന്ന ആത്മവിശ്വാസവുമായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ UDF ക്യാമ്പ് രംഗത്തെത്തുമ്പോൾ കനത്ത വെല്ലുവിളി രാഹുൽ ഗാന്ധിക്ക് സൃഷ്ടിക്കും എന്ന നിലപാടിലായിരുന്നു കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയുള്ള BJPയുടെ പ്രചാരണത്തിലെ ആപ്തവാക്യങ്ങൾ. അതിന് പിന്നാലെയാണ് CPയുടെ ദേശീയ നേതാവായ ആനി രാജയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് പ്രചാരണം കൊഴുപ്പിക്കുന്ന തരത്തിലേക്ക് ഇടത് കേന്ദ്രങ്ങളും മാറിയത്. അതുകൊണ്ട് തന്നെ മുന്നണികൾ പരസ്പരം വാക്പോരുകൊണ്ട് ഏറ്റുമുട്ടിയ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും വയനാട് എന്നുള്ള വിവരങ്ങളാണ് ഡാൻ കുര്യൻ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇന്ത്യ ആകെ കേരളത്തിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്. കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സവിശേഷമായ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ദേശീയ മാധ്യമങ്ങൾ വന്ന ഒരു മണ്ഡലം കൂടിയാണ്. എല്ലാ ആളുകളൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ വിളിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും നമ്മളോട് ചോദിക്കുന്നത് ഇവർക്ക് ആദ്യം അറിയേണ്ടത് വയനാട്ടിൽ എങ്ങനെയാണ്. ഇനി വയനാട് ചിലർക്കൊക്കെ സംശയം വയനാട്ടിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റതുപോലെ തോക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഏതൊരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണോ വയനാട്. ചില മാധ്യമപ്രവർത്തകർ പോലുള്ള സംശയങ്ങൾ അതൊക്കെ നമുക്ക് പലപ്പോഴും അത്ഭുതമാണ് തോന്നുന്നത്. വളരെ ജാഗ്രതയോട് കൂടിയാണ് UDF ഇറങ്ങിയത്. കൊടികൾ ഉപേക്ഷിച്ച് ബലൂണുകളും അല്ലെങ്കിൽ പതാക ഇല്ലാതെയുള്ള പ്രചരണ രീതികളും ഒക്കെ ആവിഷ്കരിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒരു തരത്തിലും മിസ്യൂസ് ചെയ്യപ്പെടാൻ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കരുത് എന്ന ഉറച്ച ബോധ്യത്തിലാണ് UDF ഇറങ്ങിയത്. പക്ഷേ രാഹുലിനെ കടന്നാക്രമിച്ച് LDF ഇറങ്ങിയതോടുകൂടി നിലതെറ്റി രാഹുലിന് ചില കാര്യങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കേണ്ടി വന്നു. ഇവർ തമ്മിൽ അടിയാണ് എന്ന് മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദിക്ക് പറയേണ്ടുന്ന സാഹചര്യം പോലും അത് സൃഷ്ടിച്ചു. അടിസ്ഥാനപരമായി രേണുക മത്സരം എന്ന് പറയുന്നത് കേരളത്തിൽ LDFും UDFും തമ്മിലാണ്. ഒരു പരിധിവരെയൊക്കെ രണ്ടുപേർക്കും മിണ്ടാതിരിക്കാൻ കഴിയും. BJP വിരുദ്ധ വോട്ടുകൾ BJPക്ക് പകരം ആര്, നരേന്ദ്രമോദി സർക്കാരിന് പകരം ആര് വരണം എന്നുള്ളതാണ് കേരളത്തിലെ ഭൂരിപക്ഷം പേർ തീരുമാനിക്കുന്നത്. അവിടെ പരമാവധി വോട്ട് ശേഖരിക്കുന്ന മുന്നണിയാണ് ജയിക്കേണ്ടത്. അവിടെ സ്വാഭാവികമാണ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഇത്തരം ഇത് വരും. ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് രാഹുൽ ഗാന്ധിക്ക് നേരെ അറ്റാക്ക് വരുമെന്നും പിണറായി വിജയന് നേരെ അറ്റാക്ക് വരുന്നു. ഇത് പിന്നെ നേതാക്കൾ കഴിയുമായിരുന്നു ഒന്ന്. അതിൽ ചില ഒരു സാമാന്യ മര്യാദയൊന്നുമല്ല, ഇലക്ഷനിൽ തന്ത്രങ്ങളാണ്. ഈ തന്ത്രങ്ങളിൽ വേണമെങ്കിൽ തന്ത്രപരമായ ചില മൗനം നിൽക്കുന്നവർക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന ധാരണകളോ സാമാന്യ മര്യാദയോ രണ്ട് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ പ്രതീക്ഷയുള്ള സംസ്ഥാനം കേരളമാണ്. CPM-നെ സംബന്ധിച്ച് ഇടതു പാർട്ടികളെ സംബന്ധിച്ച് ഇന്ത്യയിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അവിടെ നിങ്ങൾ മറ്റെന്തെല്ലാം ന്യായം പറഞ്ഞാലും
തൊട്ടെതിരാളി ആക്രമിക്കില്ല, ഞങ്ങൾ വിശാലമായ സഖ്യത്തിന്റെ പേരിലാണ് എന്നൊന്നും പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല. അത് തെരഞ്ഞെടുപ്പാണ്, വോട്ട് കൂടുതൽ നിൽക്കുന്ന മുന്നണിയെ ജയിക്കൂ. ഇങ്ങനെ പരാമർശം, കിങ്ങിണിക്കുട്ടൻ പരാമർശം ഒക്കെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയത് ആ മുന്നണിയെ തന്നെ ഉലയ്ക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ BJPക്ക് NDAക്ക് അടിക്കാൻ വടി കൊടുക്കുന്ന തരത്തിലേക്ക് വരെ ആ പ്രചരണ രംഗം മാറിയിരുന്ന ഒരു സാഹചര്യം എന്തായാലും സൃഷ്ടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് മറ്റൊരു ഇതിന്റെ ഈ വയനാട് ചിത്രം പറയുമ്പോഴാണ് കഴിഞ്ഞ തവണ കേരളത്തിലെ ഈ വോട്ടിംഗ് പെർസെന്റേജിലുണ്ടായ UDF വലിയ വിജയം ഉണ്ടാകുന്നു. അപ്പോൾ മലബാർ മേഖലയിൽ നേരത്തെ നമ്മൾ ഈ മുസ്ലിം മേഖലയും ക്രിസ്ത്യൻ മേഖലയും പരിശോധിച്ചു. അപ്പോൾ മുസ്ലിം മേഖലയിലുണ്ടായ വോട്ടിങ്ങിലെ ഡിഫറൻസ് വലുതാണ്. വെച്ചാൽ അവിടെ ഏകദേശം 20% ഓളം വ്യത്യാസം മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള മേഖലയിൽ LDF UDF തമ്മിലുണ്ട്. വെച്ചാൽ അത് ഭീകര വ്യത്യാസമാണ്, വലിയ വ്യത്യാസമാണ്. ക്രിസ്ത്യൻ മേഖലയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, 10-15%. ഈ മലബാർ മേഖലയിലും മധ്യ കേരളത്തിലും തിരുവിതാംകൂറിലും എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായും LDFന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. വലിയ തരത്തിൽ കൊല്ലം, ആലപ്പുഴ ജില്ലകളൊക്കെ പരിശോധിച്ച് നോക്കിയാലും തിരുവനന്തപുരം നോക്കിയാലും നിയമസഭാ പോരാട്ടത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ വോട്ടിംഗ് പാറ്റേണിൻ്റെ വ്യത്യാസം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് ഈ വോട്ടിങ്ങിനെ മാറുന്നതെന്ന്. അഭിലാഷ്, എനിക്ക് തോന്നുന്നു മാജിക് വാൾ നോക്കിക്കഴിഞ്ഞാൽ മാജിക് വാളിൽ വളരെ കൃത്യമായി തന്നെ ഈ 3 സ്ഥലത്തും എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ്, അതിലെങ്ങനെയാണ് ഇത്തവണ മാറ്റം വരാൻ സാധ്യതയുള്ളതിൻ്റെ ഒരു ഏകദേശ ചിത്രം കൂടി നമുക്ക് നൽകാൻ കഴിയുമെന്ന് തോന്നുന്നു. തീർച്ചയായും നമുക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റകളിലേക്ക് തന്നെ വീണ്ടും പോകാം. അവിടെ നമുക്ക് 3 റീജിയനുകൾ തിരിച്ചുകൊണ്ട് തന്നെ കേരളം എങ്ങനെ ചിന്തിച്ചു എന്നത് അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ കേരളം ഒന്നാകെ വലത് തരംഗം ആയിരുന്നു, ഇന്ത്യ ഒന്നാകെ മോദി തരംഗമെങ്കിൽ കേരളത്തിൽ രാഹുൽ ഇമ്പാക്ട് അടക്കമുണ്ടായിരുന്നു. എന്തായാലും ആലപ്പുഴ ഒഴികെയുള്ള മണ്ഡലങ്ങൾ എല്ലാം UDFന് അനുകൂലമായാണ് ചിന്തിച്ചത്. എങ്കിൽ പോലും സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ വയനാട് മണ്ഡലത്തിന്റെ ഏറ്റവും പുതിയ ഡേറ്റകൾ പങ്കുവെച്ചതുകൊണ്ട് തന്നെ നമുക്കാദ്യം മലബാർ മേഖലയിലേക്ക് തന്നെ പോകാം എന്നുള്ളതാണ് ആദ്യം തന്നെ പരിശോധിക്കേണ്ടത്. അങ്ങനെ മലബാർ റീജിയനുകളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള 7 സീറ്റുകൾ എന്നത് മലബാർ മേഖലയിൽ വരുന്ന സീറ്റുകൾ ആണ്. അതായത് കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 7 സീറ്റുകൾ മലബാർ റീജിയനിലേക്ക് വരുന്നതാണ്. എങ്കിൽ ആ മലബാർ മേഖലയിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ടുകൾ UDFന് സമാഹരിക്കാൻ സാധിച്ചത് എന്നതാണ്. അവിടെ 51% വോട്ടുകൾ ആണ് UDF 7 സീറ്റുകളിലായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത് എങ്കിൽ LDFന് കേവലം 31% വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. NDAക്ക് 10% വോട്ടുകളുമാണ് നേടാൻ സാധിച്ചത്. കണ്ണൂർ പോലെയുള്ള ലോക്സഭാ സീറ്റുകൾ, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ കാസർഗോഡ് പോലെയുള്ള ലോക്സഭാ സീറ്റുകളിലെല്ലാം തന്നെ കനത്ത മത്സരമൊക്കെയാണ് നടന്നത്. എങ്കിലും പരമ്പരാഗതമായി തന്നെ LDFനെ പിന്തുണച്ചിരുന്ന മലബാറിലെ സീറ്റുകൾ, കാസർഗോഡ് പോലെയുള്ള മേഖലകളിലെ സീറ്റുകൾ എല്ലാം തന്നെ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രത്യേകതയായി തന്നെ നമുക്ക് പറയേണ്ടത്. ഒരു പക്ഷേ അഭിലാഷ്, എനിക്ക് തോന്നുന്നു ഈ 20% വ്യത്യാസം പറയുമ്പോഴും അതിനുള്ളിൽ കാസർഗോഡും പാലക്കാടും ആലത്തൂരും ഒക്കെ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ കൂടി ചേരുമ്പോഴും ആണ് ഈ വലിയ വ്യത്യാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായും. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ ഉണ്ടായ UDFന്റെ മേൽക്കൈയാണ്. അത് നമ്മൾ സൂചിപ്പിച്ചു. ഏതാണ്ട് 53%, അതായത് ആ നിലയിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ പകുതിയിലധികം ആയിരുന്നു മലബാർ സോണിൽ UDF നേടിയതെങ്കിൽ ഈ ഡേറ്റ കൂടി നമുക്ക് പരിശോധിക്കാം കിരൺ. അതായത് ഇത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആണ്. അവിടെയാണ് മലബാർ മേഖലയിൽ എന്തു മാറ്റമാണ് വന്നത് എന്നത് പരിശോധിക്കേണ്ടത്. 7 സീറ്റുകൾ ആയിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് എങ്കിൽ 2014 അത് 5 ആയിരുന്നു. വോട്ട് ശതമാനം 43 ആയിരുന്നു. LDFന് 2 സീറ്റുകൾ ഈ സോണിൽ നിന്ന്, മലബാർ സോണിൽ നിന്ന് നേടാൻ സാധിച്ചിരുന്നു. 34% ആയിരുന്നു, 34.12% ആയിരുന്നു 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മലബാർ സോണിൽ നിന്ന് മാത്രം ഇടതുപക്ഷത്തിന് ലഭിച്ചത്. എങ്കിൽ ഇതിൽ ആണ് കാര്യമായ മാറ്റമുണ്ടായത്. ഈ നിലയിൽ സീറ്റ് നില 7 എന്ന നിലയിലേക്ക് ഉയർത്താൻ സാധിച്ചു എന്നതാണ് 2014 താരതമ്യം ചെയ്യുമ്പോൾ 2019 നമുക്ക് എടുത്ത് പറയേണ്ടതായി വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മറ്റൊരു ചിത്രം, അതായത് മലബാറിൽ നിന്ന് നമ്മൾ നേരെ മധ്യ കേരളത്തിലേക്കാണ് വരുന്നത് എങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു? ഇനി പ്രേക്ഷകർ കാണുന്നത് 2014 ചിത്രമാണ്. ഇതാണ് കിരൺ കുറച്ചുകൂടി എടുത്തു പറയേണ്ടത്. ആ മേഖലയിൽ 5 ഇടങ്ങളിൽ ഉൾപ്പെടെ LDF വിജയക്കൊടി പാറിക്കുകയും ആ മേഖലയിൽ ഒരിടത്ത് മാത്രം UDFന് വിജയിക്കാനുമാണ് 2014 സാധിച്ചത്. 36% വോട്ട് ആ തെരഞ്ഞെടുപ്പിൽ 2014. നമുക്ക് 2019 കൂടുതൽ കണക്കുകൾ പോകുന്നതായിരിക്കും. നമുക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊച്ചിൻ റീജിയൻ, അതായത് കൊച്ചിൻ എന്നത് നമ്മുടെ മധ്യ കേരളം എന്ന് നമുക്ക് പറയാം. ആ റീജിയനിലേക്ക് വരുമ്പോഴാണ് അവിടെ നമ്മൾ 2014 5 സീറ്റുകൾ എന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അത്
മുഴുവനായും, അതായത് 2019 നമുക്ക് എടുത്തു പറയേണ്ടത് കോട്ടയം ഉൾപ്പെടെ അന്ന് UDF-നൊപ്പമാണ് നിന്നത് എന്നതാണ്. 6 സീറ്റുകൾ ആണ് പ്രധാനമായും ഉള്ളത്. ഈ 6 സീറ്റുകളും UDF-നോടൊപ്പം നിന്നു എന്ന് മാത്രവുമല്ല 47% വോട്ട്. പക്ഷേ മലബാറുമായി താരതമ്യം ചെയ്യുമ്പോൾ മധ്യ കേരളത്തിൽ സീറ്റ് നേട്ടം നിലനിർത്തുമ്പോൾ തന്നെ വോട്ട് ശതമാനത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തിരുവിതാംകൂർ മേഖല കൂടി, തെക്കൻ മേഖല കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടി പരിശോധിച്ചാൽ എന്തു മാറ്റമാണ് പ്രകടമാകാൻ പോകുന്നത്? അവിടെ ആകെയുള്ള 7 സീറ്റുകളിൽ 5 ഇടത്തും അടക്കം 2019 വിജയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിലെടുത്തു പറയേണ്ടത്, ഇതിൽ ചെറിയൊരു മാറ്റമുള്ളത് കൊല്ലം എന്നതാണ്. കൊല്ലം RSP അങ്ങനെ നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ. ഈ ഡേറ്റയിൽ പ്രേക്ഷകരോട് എടുത്തു പറയുന്നു, കൊല്ലം എന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം ആയതുകൊണ്ട് കൂടിയാണ് അത്തരത്തിൽ ഒരു വ്യത്യാസം വരുന്നത്. പക്ഷേ അത് UDF-ന്റെ ഭാഗമാണ്. അവിടെ NK പ്രേമചന്ദ്രൻ ആണ് വിജയിച്ചത്. അതുകൊണ്ടാണ് ഈ തരത്തിൽ ഇത് രാജ്യവ്യാപകമായി തയ്യാറാക്കുന്ന ഒരു ഡേറ്റ എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഡേറ്റയിൽ ചെറിയൊരു മാറ്റം. ഒരു പക്ഷേ കേരളത്തിലെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആലപ്പുഴയും കൊല്ലവും എന്ന് പറയുമ്പോൾ. ആലപ്പുഴ LDF-നോടൊപ്പം നിന്ന് മത്സരിച്ചതാണ്. പക്ഷേ UDF-ന്റെ ഭാഗമായിട്ടുള്ള പാർട്ടിയായിരുന്നു. അത് കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ വിജയിച്ച് കയറുകയും ചെയ്തത്. അങ്ങനെ പൂർണ്ണമായും മണ്ഡലം പരിശോധിക്കുമ്പോൾ UDF 6 ഇടത്തും വിജയിച്ച് നിൽക്കുന്നു, LDF ഒരിടത്ത്. പക്ഷേ ഈ ഡേറ്റയിൽ, അതായത് നമ്മുടെ ന്യൂസ് 18-ന്റെ രാജ്യവ്യാപകമായ തരത്തിലുള്ള ഡേറ്റ സമാഹരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ആ തരത്തിലേക്കുള്ള ഒരു ചിത്രം കൂടി വ്യക്തമാണെന്ന് തോന്നുന്നു. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇന്ന മേഖലയിലേക്ക് കൂടുതൽ കുറവ് എന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യമായ അതൊക്കെ മാറി തിരിഞ്ഞുമൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ കൊല്ലം, തിരുവനന്തപുരം, മാവേലിക്കരും ഒക്കെ തുടർച്ചയായ രീതിയിൽ UDF ജയിക്കുന്ന സമയത്തും അവിടെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴേക്കും അവിടെയെല്ലാം വലിയ തോതിലേക്ക് LDF-ന് വിജയം 1-2 സീറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്ന അവസ്ഥയിലേക്കൊക്കെ ഉള്ള സ്ഥലങ്ങൾ കൂടിയാണ്. കേരള കോൺഗ്രസിന്റെ വരവോടുകൂടി ഇപ്പോൾ ലെഫ്റ്റിന്റെ പ്രതീക്ഷ കുറച്ചുകൂടി വർദ്ധിച്ചിരിക്കുന്നു. മധ്യ കേരളത്തിൽ സ്വാഭാവികമായും കേരള കോൺഗ്രസ് വന്നതോടുകൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റത്തിന് LDF-ന് സാധ്യതയുണ്ട്. ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള അവസരം കൂടി വെക്കുന്നത് ജോസ് കെ മാണി വന്നു എന്നതുകൊണ്ടാണ്. ഇത്തവണയാണ് ജോസ് കെ മാണിയുടെ മുന്നിൽ വലിയ വെല്ലുവിളി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ എല്ലാവരും വന്ന് എല്ലാവരും ജയിച്ചപ്പോഴും പാലയിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അവസ്ഥ കൂടി ആലോചിക്കണം. ഇത്തവണയാണ് ശരിയായ വെല്ലുവിളി. ഈ LDF-ലേക്ക് വന്ന ജോസ് കെ മാണിക്ക് UDF-ന് പോകേണ്ട വിജയത്തെ LDF-ൽ ലോക്സഭയിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ, അതൊരു വലിയ ചോദ്യം. ശരിയായ പരീക്ഷണം. മറ്റേത് പുതുമോടിയിൽ കൊണ്ട് വന്നതേ ഉള്ളൂ. അന്ന് വിശാലമായ സീറ്റുകൾ നൽകി, UDF നൽകുന്നതിനേക്കാൾ സീറ്റുകൾ നൽകി വലിയ സ്വീകരണമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി ആ പുതുമോട് കഴിഞ്ഞു. ഇനി നിങ്ങൾ കഴിവ് തെളിയിക്കേണ്ട സമയമാണ്. അവിടെ മധ്യ കേരളത്തിൽ കഴിവ് തെളിയിക്കാൻ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും ഇടതുമുന്നണിയിൽ നിന്ന് ഇതുവരെ ലഭിച്ച ആ ഒരു സ്വീകരണം സ്വാഭാവികമായും ലഭിക്കാൻ സാധ്യത കുറയും. സ്വാഭാവികമായും എല്ലാ തരത്തിലും ഒരു പിടുത്തം, അല്ലെങ്കിൽ കിട്ടുന്ന വിഭവങ്ങളുടെ ഒരു പിടുത്തമൊക്കെ ഇനി ഉണ്ടാവാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസുകളുടെ ശക്തി തെളിയിക്കേണ്ടുന്നതിന്റെ ഒരു തെരഞ്ഞെടുപ്പായി തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുന്നതും കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് അത്രമേൽ പ്രാധാന്യമുള്ളതാകുന്നത്. മറ്റ് മണ്ഡലങ്ങളിൽ എങ്ങനെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ് എന്നതാണ് കിരൺ ബാബു ഇവിടെ സൂചിപ്പിച്ചത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പൊതുചിത്രം. ഇന്നത്തെ എനിക്ക് തോന്നുന്നു രേണുക പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ പ്രധാന ചില നേതാക്കളെ സംബന്ധിച്ചാണ്. കേരളത്തിൽ LDF-ലാണെങ്കിൽ പിണറായി വിജയൻ ഒരു പരിധിവരെ വേണമെങ്കിൽ നമുക്ക് MV ഗോവിന്ദന്റെ കൂടി പറയാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് നയിക്കുന്ന ഒരാൾ പിണറായി വിജയനാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ പ്രകടനം സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ കൃത്യമായ ഉത്തരം പറഞ്ഞില്ല. സർക്കാരിന്റെ വിലയിരുത്തലായാലും അല്ലെങ്കിലും എല്ലാം സ്വാഭാവികമായി ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നയിച്ചത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടറി ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നും പറഞ്ഞതാണ്. UDF-ന്റെ വിഷയം കൂടി നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടതുണ്ട്. UDF-നെ സംബന്ധിച്ച് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ കരുത്ത് എങ്ങനെയാണ്? ഇതിൽ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഈ പെർഫോമൻസുമായി ഏത് തരത്തിലേക്ക്, അതിനേക്കാൾ മേളിൽ പോകുന്നു, അതിനേക്കാൾ താഴെ പോകുന്നു, അതോ ഒപ്പം പ്രതിപക്ഷത്തെ വിലയിരുത്തലാകുമെന്ന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് സ്വാഭാവികമായും അത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ എളുപ്പമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ UDF-ന് അനുകൂലമായ ഇതുള്ള സാഹചര്യം ഒക്കെ പരിശോധിച്ച് അദ്ദേഹത്തിന് അതങ്ങനെ പറയാം. പക്ഷെ അതിപ്പുറത്ത് പിണറായി വിജയന്, മുഖ്യമന്ത്രിക്ക് അത് പറയാൻ കഴിയില്ല. സ്വാഭാവികമായും തിരിച്ചടി നേരിടാനുള്ള സാധ്യതകളൊക്കെ അദ്ദേഹം പൂർണ്ണമായും തള്ളാതെയാണ്. നമുക്ക് നൽകിയ ഇന്റർവ്യൂവിലും MV ഗോവിന്ദൻ പൂർണ്ണമായും തള്ളുന്നില്ല. ഒരർത്ഥത്തിൽ അത് സർക്കാരിന്റെ വിലയിരുത്തലാകും, അങ്ങനെ പറയുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അതോടൊപ്പം തന്നെ ഇനി BJP മുന്നണിയും കൂടി നോക്കണം. നമ്മൾ NDA നോക്കി കഴിഞ്ഞാൽ NDAയിൽ K സുരേന്ദ്രനും അതോടൊപ്പം തന്നെ V മുരളീധരനും. K സുരേന്ദ്രനും V മുരളീധരനുമാവും കേരളത്തിൽ NDAക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
ഉത്തരം പറയേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ. ശോഭാ സുരേന്ദ്രനെ അല്ലെങ്കിൽ മറ്റു മത്സരിച്ചവരെ എം ഡി രമേശിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയങ്ങളില്ല. പക്ഷേ ഈ രണ്ട് നേതാക്കൾക്ക് സ്വാഭാവികമായി എങ്ങനെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകും എന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇനി ഒരു മാസത്തിലധികം നീളുന്ന കാത്തിരിപ്പുണ്ട്. അത് ഈ ചർച്ചകളുടെയും അവലോകനങ്ങളുടെയും കൂടിയാകും. എന്തായാലും ജൂൺ 4 വരെ കാത്തിരിക്കണം. നമുക്കും കാത്തിരിക്കാം. ഇതിനിടയ്ക്ക് നമുക്കും രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകളും അവലോകനങ്ങളുമായി വീണ്ടും എത്താം. എന്തായാലും ഈ ഷോ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകർക്ക് നന്ദി. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. പോളിംഗ് എത്താനാണ്